ഹായ് ഓൾ, എല്ലാവർക്കും സിവിക്സിന്റെ ഒരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് ഇതുവരെ പഠിച്ച കുറെ ടോപ്പിക്സ് ഉണ്ടല്ലോ സിവിക്സ് ബേസ് ചെയ്ത്, അതുമായിട്ട് ബന്ധപ്പെട്ട PSCയുടെ ഹോട്ട് ഏരിയാസ് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. സോ എന്നോടൊപ്പം ഒന്നും കൂടി പഠിച്ച് സെറ്റ് ആകാനായിട്ട് തയ്യാറെടുത്തിരിക്കുക. വെറുതെ ക്ലാസ് കേൾക്കാനായിട്ട് ആരും ഇരിക്കണ്ട, കൂടെ പഠിച്ച് തീർത്തിരിക്കണം. ഓക്കെ, പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. റിവിഷനിലൂടെ മാത്രമേ നമുക്ക് ഇനി രക്ഷയുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയുള്ള എല്ലാ റിവിഷൻ ക്ലാസ്സുകളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വന്നു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രിലിംസ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചിരിക്കുമല്ലോ? ഓക്കെ ആണല്ലോ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കുറെ PSCയുടെ കുറെ PYQs പ്രാക്ടീസ് ചെയ്യുകയാണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. നമുക്ക് അതിനോടൊപ്പം തന്നെ കണക്റ്റഡ് ഫാക്ട്സ് കൂടി പഠിച്ചിട്ട് പോകാം. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അണ്ടർ സെക്ഷൻ 24 ഓഫ് Right to Information Act, the government of Kerala has exempted certain organizations from the Act's purview. But the following circumstances, they are responsible to provide the information. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയുന്നു. സെറ്റിംഗ്സിനകത്ത് പ്ലേബാക്ക് സ്പീഡ് ഉണ്ട്, സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കുക. ഓക്കെ, വെറുതെ നമ്മൾ സമയം കളയരുത്. ഏത് റിവിഷൻ ക്ലാസ് ആണെങ്കിലും നിങ്ങൾക്ക് പഠിക്കുന്ന ആ ഒരു സ്പീഡിൽ നിങ്ങൾ കേട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അത്രത്തോളം സ്പീഡ് എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റിയെന്ന് വരത്തില്ല, ബ്രീതിങ് പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പറയുന്ന സ്പീഡ് അല്ല, കുറച്ചുകൂടി സ്പീഡ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്ലേബാക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ. അപ്പൊ നമ്മളടുത്ത് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? RTI ആക്ടില് സെക്ഷൻ 24 പ്രകാരം കുറച്ച് രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനയെല്ലാം RTIയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ കേരള സർക്കാരും ഇതേപോലെ കുറെ സ്ഥാപനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവര് ചില സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകേണ്ടതായിട്ട് വരും. അതാണ് നമ്മുടെ മലയാളം ചോദ്യ പേപ്പർ കൂടി നോക്കിക്കോളൂ. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യത്തിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. ഏതൊക്കെ ആൾക്കാരാണ്, ഏതൊക്കെ സിറ്റുവേഷൻ ആണെന്ന് നോക്കിക്കേ. പോലീസിംഗ്, അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ, അഭിമാന കൊലകൾ. ഓക്കെ, അതാണ് പറയുന്നത്. ഇംഗ്ലീഷ് കൂടി നോക്കൂ. പോലീസിംഗ്, കറപ്ഷൻ, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, ഓണർ കില്ലിങ്സ്. ഓക്കെ, അപ്പോ ഏതാണ് മക്കളെ ആൻസർ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ജസ്റ്റ് പോസ് ചെയ്യുക, പെട്ടെന്ന് നിങ്ങൾ ആൻസർ നോക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇതൊരു എക്സാം ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഒരു പേനയും പേപ്പറും എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഒന്നേന്നിട്ടിട്ട് ഇതിന് ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ എന്ന് എപ്പോഴേ ആൻസർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഞാൻ ആൻസർ പറയുമ്പോൾ അത് മാർക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളൊരു 19 ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ടോപ്പിക് ഒക്കെ സെറ്റ് ആയിക്കോളും കേട്ടോ. ഓക്കെ, അപ്പോ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? അഴിമതിയും അതേപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനവുമാണ് അല്ലെ. നമ്മള് RTI ആക്ട് പഠിച്ചപ്പോൾ എടുത്തു പഠിക്കുന്ന കാര്യങ്ങളാണ് അഴിമതിയും മനുഷ്യാവകാശ ലംഘനവും. ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടാവുകയാണെങ്കിൽ, ഒരു പരാതി ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് ഇനിയിപ്പോ ഏത് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സംഘടനകളാണെങ്കിൽ പോലും, എത്ര വലിയ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളാണെങ്കിൽ പോലും അവിടെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? വിവരാവകാശം അത് കൊടുക്കേണ്ടതായിട്ട് വരും. സോ അവിടെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട വാക്കാണ് അഴിമതി, മനുഷ്യാവകാശ ലംഘനം. അഴിമതി, മനുഷ്യാവകാശ ലംഘനം. ഓക്കെ, കറപ്ഷൻ ആൻഡ് എന്താണ്, വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ 2 and 3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ പെട്ടെന്ന് ഒന്ന് ഓടിച്ചു പോയി നോക്കിയിട്ട് വന്നാലോ. മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പം റീസെന്റ് ആയിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ കേരള സർക്കാർ നമ്മുടെ സെക്ഷൻ 24 RTI ആക്ടിലെ സെക്ഷൻ 24 പ്രകാരം കുറച്ച് സ്ഥാപനങ്ങളെ, അതായത് കേരളത്തിലുള്ള രഹസ്യാന്വേഷണ സംഘടനകളെ കുറച്ചെണ്ണത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പരിധിയിൽ നിന്നും, RTIയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ കൂട്ടത്തില് റീസെന്റ് ആയിട്ട് 2025 എന്ത് ചെയ്യുന്നു? ഒരു സ്ഥാപനത്തിനെ കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതായത് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ആ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകൾ ഉണ്ടല്ലോ. സോ അതിന്റെ കൂട്ടത്തിൽ പുതിയതായിട്ട് കൂട്ടിച്ചേർത്ത ഒന്നാണ് GST ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് വിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഓർത്ത് വെച്ചിരിക്കുക, ഒരു കറണ്ട് അഫയേഴ്സ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. GST ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് വിങ്ങിനെ സെക്ഷൻ 24 പ്രകാരം, RTI ആക്ടിന്റെ സെക്ഷൻ 24 പ്രകാരം അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീസെന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ ഇതിനു മുമ്പായിട്ട് കേരള സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുള്ള രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകൾ ഏതൊക്കെയാ മക്കളെ? നോക്കിക്കേ. സ്പെഷ്യൽ ബ്രാഞ്ച് CID, ക്രൈം ബ്രാഞ്ച് CID, ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ചസ് ഓഫ് ഓൾ ഡിസ്ട്രിക്ട്സ് ആൻഡ് സിറ്റീസ്, ഡിസ്ട്രിക്ട് ആൻഡ് ക്രൈം റെക്കോർഡ് ബ്യൂറോ,
പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ യൂണിറ്റ്, കോൺഫിഡൻഷ്യൽ ബ്രാഞ്ച് ഇൻ ദ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കേരള ആൻഡ് കോൺഫിഡൻഷ്യൽ സെക്ഷൻസ് ഇൻ ഓൾ പോലീസ് ഓഫീസേഴ്സ് ഇൻ കേരള. Okay, then state and regional forensic science laboratories, state and district fingerprint bureau. ഇവരെ എല്ലാരെയും എന്ത് ചെയ്തിട്ടുണ്ട്? RTA ആക്ടിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ ഒന്നും നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ വിവരാവകാശവും കൊണ്ട് അവിടെ പോയി കയറി ചെന്ന് നമ്മൾക്ക് അവിടുത്തെ വിവരങ്ങളൊന്നും അറിയാൻ സാധിക്കില്ല. ബിക്കോസ് എന്ത് ചെയ്തു? എക്സെംപ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ RTA ആക്ടിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട. നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ായിട്ട് ബന്ധപ്പെട്ട പോലീസുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളല്ലേ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് ഓർത്ത് വെക്കാൻ സാധിക്കും. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത ആളെ കൂടി ഓർത്ത് വെച്ചിരിക്കുന്ന GST ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് വിങ് ആണ്. എടാ ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? കേരളത്തിന്റെ കേസല്ലേ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ ശ്രദ്ധിച്ചിരിക്കണേ. അതായത് വിവരാവകാശ അപേക്ഷായമായിട്ട് നമുക്ക് ആ സ്ഥാപനത്തിൽ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകൾ, ഇപ്പൊ പറഞ്ഞ സ്ഥാപനങ്ങളൊന്നും പോവാൻ പറ്റത്തില്ല. പക്ഷേ ഇഫ് ദർ ഇസ് എനി അലിഗേഷൻ ഓഫ് കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, അങ്ങനെ ഒരു ആരോപണം ഉണ്ടാവുകയാണ്, അവിടെ അഴിമതി ഉണ്ടാകൂ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, അവിടെ ഉള്ള ആൾക്കാരോട് അല്ലെങ്കിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ ലംഘനം സംഭവിച്ചു എന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് എന്ത് ചെയ്യുന്നത്? വിവരാവകാശം തേടിയിട്ടുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട വിവരാവകാശമാണ് തേടിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ്. മനസ്സിലാക്കി വെച്ചിരിക്കുക. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അവിടെ മനുഷ്യാവകാശ ലംഘന ആരോപണമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അടുത്ത് കൂടി ആലോചിക്കാതെ അല്ലെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അപ്രൂവൽ കിട്ടാതെ ആ വിവരം എന്ത് ചെയ്യാൻ പാടില്ല? ആ സ്ഥാപനം മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? ആൻഡ് ദ ഇൻഫർമേഷൻ ഷാൾ ബി പ്രൊവൈഡഡ് വിത്തിൻ 45 days. മക്കളെ ശ്രദ്ധിക്കണം. അഴിമതി ആരോപണമോ മനുഷ്യാവകാശ ലംഘനമോ ആയി ബന്ധപ്പെട്ട ഒരു പരാതിയുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷയാണ്, വിവരാവകാശ അപേക്ഷയാണ് വരുന്നതെങ്കിൽ അത് എന്ത് ചെയ്തിരിക്കണം? 45 ദിവസത്തിനുള്ളിൽ നൽകിയിരിക്കണം. പക്ഷെ അവിടെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതായത് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട, അവിടെ അഴിമതി എടുത്ത് പറഞ്ഞിട്ടില്ല, മക്കളെ ശ്രദ്ധിക്കണേത്. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട അലിഗേഷൻ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യണം? അവിടെ നമ്മുടെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ടല്ലോ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ, ആ കമ്മീഷന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ, അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വിവരം പുറത്ത് നൽകാൻ പാടുള്ളൂ. അപ്പൊ ആ സെക്ഷൻ 24 കേരളത്തിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സെക്ഷൻ 24 എന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ, രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകൾക്ക്, സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകൾക്ക് ഈ നിയമം ബാധകമല്ല എന്നാണ് പറയുന്നത്. അതില് കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകൾ അല്ലെങ്കിൽ എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അവിടെ പക്ഷേ എന്തുണ്ടാകുന്നു? മനുഷ്യാവകാശ ലംഘനമോ അഴിമതി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വിവരത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അവിടെ മനുഷ്യാവകാശ ലംഘനത്തിന്റെ വയലേഷൻ കൊണ്ടാണ് നമ്മൾ അവിടെ ഒരു പരാതി അല്ലെങ്കിൽ വിവരം അപേക്ഷിക്കുന്നതെങ്കിൽ അവിടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ അനുമതിയോടുകൂടി മാത്രമേ വിവരങ്ങൾ പുറത്തു കൊടുക്കാൻ പാടുള്ളൂ. എന്നൊക്കെ തന്നെയായാലും 45 ദിവസത്തിനുള്ളിൽ ആ വിവരങ്ങൾ നൽകിയിരിക്കണം എന്നാണ് പറയുന്നത്. റിക്വസ്റ്റ് കിട്ടി 45 ദിവസം. ഓക്കെ, ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് നിങ്ങൾക്ക് ഈ ഒരു റിവിഷൻ സമയമാകുമ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയാ. ഞാൻ പെട്ടെന്ന് പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവാം. ഇത് ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആ എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ചത്, ഇപ്പൊ നമ്മുടെ കേരള ഫോക്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മളോട് എന്ത് ചെയ്യും? കേന്ദ്ര സർക്കാർ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യം, അതായത് സെക്ഷൻ 24മായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കും. അവിടെ മക്കളെ സെക്ഷൻ RTA ആക്ടിലെ സെക്ഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ, 24ാം സെക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് അവിടെ ഫുൾ മാർക്ക് നേടാൻ പറ്റും. ശ്രദ്ധിക്കണം. അതായത് സെക്ഷൻ 24 കണ്ടോ, 24 എന്ന് എഴുതിയിട്ടേക്കുന്നത് കണ്ടോ. ഈ 24ാമത്തെ സെക്ഷനിൽ എന്താ പറയുന്നത്? ആക്ട് നോട്ട് ടു അപ്ലൈ ഇൻ സർട്ടൻ ഓർഗനൈസേഷൻ. ചില സ്ഥാപനങ്ങൾക്ക് ഈ ഒരു ആക്ട് ബാധകമല്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സെക്കൻഡ് സ്കെഡ്യൂള്, എന്താണ് സെക്കൻഡ് സ്കെഡ്യൂള്? നമ്മുടെ RTA ആക്ടിനകത്ത്
രണ്ട് സ്കെഡ്യൂളുകളാണുള്ളത് അല്ലെ, രണ്ട് പട്ടികകളുണ്ട്, ഒന്നാം പട്ടികയും രണ്ടാം പട്ടികയും. ആ രണ്ടാമത്തെ പട്ടികയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സെക്ഷൻ 24ന്റെ വിപുലീകരണമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് കേന്ദ്ര സർക്കാരിന് സ്ഥാപിതമായിട്ടുള്ള രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുടെ ലിസ്റ്റാണ് എവിടെ കൊടുത്തിട്ടുള്ളത്? നമ്മുടെ വിവരാവകാശ നിയമത്തിലെ രണ്ടാമത്തെ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ 1, 2, 3, 4 എന്ന് പറഞ്ഞ് 22, 23 എന്തുണ്ട്? രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുടെ പേരുണ്ട്. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ വീണ്ടും അതെടുത്തിട്ടോണ്ട് വരുന്നില്ല. പക്ഷെ നിങ്ങൾ അതൊന്ന് നോക്കി വെച്ചിരിക്കുക, ഏതൊക്കെ സ്ഥാപനങ്ങളാണ് അതിനകത്തുള്ളതെന്ന്. കാരണം ആ സ്ഥാപനങ്ങൾ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആ സെക്ഷനകത്ത് ആ ഒരു 24ാമത്തെ സെക്ഷൻ പ്രകാരമുള്ള ആ രണ്ടാമത്തെ സ്കെഡ്യൂളിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? കേന്ദ്ര സർക്കാരിനാൽ സ്ഥാപിതമായിട്ടുള്ള കുറച്ച് ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി ഓർഗനൈസേഷൻസിന്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുകയാണ്? വിവരാവകാശ അപേക്ഷയുമായിട്ട് നമുക്ക് അവിടെയും പോകാൻ പറ്റത്തില്ല എന്നതാണ് ഇവിടെ സെക്ഷൻ 24ൽ അവരെ ഉൾപ്പെടുത്താനുള്ള കാരണം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ കേരളത്തിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുക, അവിടെ ഒരു അഴിമതി ആരോപണമോ മനുഷ്യാവകാശ ലംഘനമോ ഉണ്ടാവുകയാണെങ്കിൽ, കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, അവിടെ ആ ഒരു അലിഗേഷൻ ഉണ്ടാവുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിനാൽ സ്ഥാപിതമായിട്ടുള്ള ആ ലിസ്റ്റിൽ പറഞ്ഞ സ്ഥാപനങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാം? വിവരാവകാശ അപേക്ഷയുമായിട്ട് പോകാം. ഓക്കെ, അവിടെ അടുത്തൊരു കണ്ടീഷൻ പറയുന്നു, അവിടെ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ഒരു അലിഗേഷൻ ആണ് അവിടെ ഉണ്ടായതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരം കൊടുക്കുമ്പോൾ ആരുടെ അപ്രൂവൽ ഉണ്ടായിരിക്കണം? സംസ്ഥാന തലത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ അപ്രൂവൽ ആയിരുന്നു വേണ്ടുന്നത്. സ്വാഭാവികമായും കേന്ദ്ര തലത്തിൽ ആരുടേതായിരിക്കും? കേന്ദ്ര എനിക്ക് അറിയാത്ത മനുഷ്യാവകാശം ഒന്ന് വന്നു പോകും കേട്ടോ, വിവരാവകാശമാണ്. ഓക്കെ, കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ അപ്രൂവൽ ആണ് വേണ്ടുന്നത്. മനസ്സിലായോ? അവിടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ ഇവിടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ അപ്രൂവലോട് കൂടി മാത്രമേ, കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഏതുമായി ബന്ധപ്പെട്ട്? മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു കൊടുക്കാൻ പാടുള്ളൂ. അവിടെയും ഒരു ടൈം ലിമിറ്റ് പറയുന്നുണ്ട്, 45 ഡേയ്സിനുള്ളിൽ. ഓക്കെ, രണ്ടിടത്തും സെയിം ആണ്. അപ്പൊ 45 ദിവസത്തിനുള്ളിൽ ഇത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനമോ കറപ്ഷനോ ആയി ബന്ധപ്പെട്ട ഒരു പരാതി വന്നാൽ, ഒരു അപേക്ഷ വന്നാൽ 45 ദിവസത്തിനുള്ളിൽ അത് ഡീൽ ചെയ്തിരിക്കണം. കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ അവിടെ കൊടുക്കാൻ പറ്റില്ല എന്ന് അവരെ മറുപടി അറിയിക്കുക. ഇത് 45 ദിവസത്തിനുള്ളിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി ഈ സെക്ഷൻ 24 ബേസ് ചെയ്ത്, RTA ആക്ടിലെ സെക്ഷൻ 24 ബേസ് ചെയ്ത് ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ അടിപൊളിയായിട്ട് പോയി ആൻസർ ചെയ്തിട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ, വിശ്വസിച്ചോട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു പോയി അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഹ്യൂമൻ റൈറ്റ്സ് ഡേ 2024 തീമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള, ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഹ്യൂമൻ റൈറ്റ്സ് ഡേ 2024 തീമാണ് ചോദിച്ചത്. അത് ചോദിച്ചത് 2025 പരീക്ഷയ്ക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി 2026 പരീക്ഷയ്ക്ക് 2025 ചോദിക്കാൻ സാധ്യതയുണ്ടല്ലേ. 24 ചോദിക്കുമെന്ന് നമുക്ക് അത്രത്തോളം ഉറപ്പില്ല, പക്ഷെ 25 ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ മക്കളെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്നായിരുന്നു ഹ്യൂമൻ റൈറ്റ്സ് ഡേ മനുഷ്യാവകാശ ദിനം എന്നാണെന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ, അതിലേക്കൊക്കെ നമുക്ക് പോകാം. ഇവിടെ നോക്കൂ, അവർ റൈറ്റ്സ് ആർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കൂടുതൽ പേർക്കും അറിയത്തില്ലെന്ന് അറിയാം കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ആൻസർ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, only 1 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഡബിൾ ഓപ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ? ഇവിടെ ഡബിൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ 1 2 3 4 എന്ന് കൊടുക്കും, ഇവിടെയും 1 2 3 4 എന്ന് കൊടുത്തത് കൊണ്ട് നമുക്ക് ABCD തെറ്റിപ്പോകാൻ സാധ്യതയില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് 2 ഓപ്ഷൻ A only 2, ഓക്കെ, ഓപ്ഷൻ B only 3 ഇങ്ങനെ കൊടുക്കും.
ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെൻഷൻ കയറി ഇരിക്കുകയായിരിക്കും. ടെൻഷൻ കയറി ഇരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കത്തില്ല. നമ്മൾ ഇതാ ഇവിടെ നോക്കിയിട്ട് ഇവിടെ 4ാമത് കിടക്കുന്നതല്ലേ അല്ലെങ്കിൽ 3ാമത്തതല്ലേ ആൻസർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടിപ്പോയി സി എന്ന് പറഞ്ഞ് കുത്തും. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ആൻസർ ആയിട്ട് എടുക്കുന്നത് ഇവിടുത്തെ ഓപ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ, ഡബിൾ ഓപ്ഷൻ വരികയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ആൻസർ ചെയ്യാവുള്ളൂ. നിങ്ങൾ ഒരുപാട് പേര് കൊണ്ട് തെറ്റിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് PSC ഇങ്ങനെ ഡബിൾ ഓപ്ഷൻ സ്ഥിരമായിട്ട് ഇപ്പൊ ചോദിക്കുന്നുണ്ട്. പണ്ടൊന്നും ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ മിക്ക ചോദ്യ പേപ്പറിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം പോയി ആൻസർ ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്നാണ്? ഹ്യൂമൻ റൈറ്റ്സ് ഡേ എല്ലാ വർഷവും ഡിസംബർ 10-ാം തീയതി, മറന്നു പോകരുത്. എല്ലാ വർഷവും ഡിസംബർ 10-ാം തീയതിയാണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ബിക്കോസ് എന്തുകൊണ്ടാണ് ഡിസംബർ 10 തിരഞ്ഞെടുത്തത്? അതായത് നമ്മുടെ ഐക്യരാഷ്ട്രസഭ 1948 ഒരു സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയതായിട്ട് നമ്മൾ പഠിച്ചില്ലേ? അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്തെന്ന് പറഞ്ഞു? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞു അല്ലെ? 1948 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നടന്നത് 1948 ഡിസംബർ 10-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ആ ഡിസംബർ 10-നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ 2024 തീം എന്തായിരുന്നു? അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നതായിരുന്നു തീം. എന്നാൽ 2025 തീം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഹ്യൂമൻ റൈറ്റ്സ് അവർ എവറിഡേ എസെൻഷ്യൽസ് എന്നാണ് തീം കേട്ടോ. ഒന്നും കൂടെ പറഞ്ഞേ, ഹ്യൂമൻ റൈറ്റ്സ് അവർ എവറിഡേ എസെൻഷ്യൽസ്. മറന്നു പോകല്ലേ, ഒന്നുകൂടെ പറഞ്ഞേ, ഹ്യൂമൻ റൈറ്റ്സ് അവർ എവറിഡേ എസെൻഷ്യൽസ്. ഓക്കെ, അപ്പൊ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ എന്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു വരിക. പിന്നീട് നിങ്ങൾക്ക് ഇത് ക്ലാസ് വീണ്ടും കേട്ട് നോട്ട് നോക്കിയിരുന്ന് സമയം കളയേണ്ട ആവശ്യം വരത്തില്ല. എന്റെ കൂടെ തന്നെ പഠിച്ച് അങ്ങ് കംപ്ലീറ്റ് ആക്കി വരിക കേട്ടോ. അപ്പൊ ഈ സമയം നമുക്ക് വിലപ്പെട്ടതാണ്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ അത്രയും സമയം നമുക്ക് ലാഭിക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. As per the Consumer Protection Act 2019, a product manufacturer shall be liable in a product liability action if. Okay. അപ്പോ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. The product contains a manufacturing defect, the product is defective in design, there is a deviation from manufacturing specification, the product does not conform to express warranty. ഓക്കെ, ഇവിടെ മക്കളെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ പ്രോഡക്റ്റ് ലയബിലിറ്റി എന്നുള്ളൊരു സാധനം നമ്മുടെ 2019 നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ? ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപ്പന്ന ബാധ്യതയാണ്. ഓക്കെ, ഉൽപ്പന്ന ബാധ്യത ആർക്കൊക്കെയാണ് ഉള്ളത്? ഒന്ന്, പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന, ഇപ്പൊ ഒരു ഗുഡ്സ് ആൻഡ് സർവീസിലാണ് മെയിൻ ആയിട്ട് നമ്മുടെ നിയമം ഫോക്കസ് ചെയ്യുന്നത്. ഗുഡ്സ് അതായത് സാധനങ്ങള് ആൻഡ് സർവീസസ്. സർവീസ് എന്ന് പറയുമ്പോൾ സേവനങ്ങൾ. ഓക്കെ, അപ്പോ ഇവിടെ ഗുഡ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ? ഗുഡ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അവരെയാണ് നമ്മൾ മാനുഫാക്ചറർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സർവീസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. സർവീസ് കൊടുക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ഒരു സർവീസ് തരികയാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഞാനൊരു സർവീസ് പ്രൊവൈഡർ ആണ് അല്ലെ? ഞാനൊരു സർവീസ് ആണ് തരുന്നത്. നിങ്ങൾ പൈസ തരുന്നു, ഞങ്ങൾ സർവീസ് തരുന്നു, ആ ഒരു സംഭവം. മറ്റേതാണെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു, അതാണ് വ്യത്യാസം. ഓക്കെ, ഇനി അപ്പൊ ഗുഡ്സ് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുന്നുണ്ടെങ്കിൽ അവിടെ മാനുഫാക്ചറിനായിരിക്കും എന്തുണ്ടാകുന്നത്? ഉൽപ്പന്ന ബാധ്യതയുള്ളത്. ഓക്കെ, സാധനങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് എപ്പോഴൊക്കെയാണ് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിന് ലയബിലിറ്റി ഉള്ളതെന്ന് ചോദിച്ചിട്ട് കുറെ കണ്ടീഷൻ തന്നാല് അവിടെ നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അതേപോലെ തന്നെ സർവീസ്. ഓക്കെ, ഒരു പ്രോഡക്റ്റിന്റെ തരത്തില്ല, ഒരു സർവീസ് പ്രൊവൈഡർക്ക് എന്തുണ്ടാകും? ഉൽപ്പന്ന ബാധ്യത ഉണ്ടാകും. അതേപോലെ തന്നെ പ്രോഡക്റ്റ് സെല്ലേഴ്സ് ഉണ്ട്. ഓക്കെ, സാധനം വിറ്റഴിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കും എന്തുണ്ട്? ലയബിലിറ്റി ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ടും നമ്മുടെ ഈ ഒരു നിയമപ്രകാരം 3 പേർക്കാണ് എന്തുള്ളത്? ബാധ്യതയുള്ളത്. അതായത് എന്തെങ്കിലും സാധനമോ സേവനവുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈന്റ് വരികയാണെങ്കിൽ അവിടെ നഷ്ടപരിഹാരം കൊടുക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ശിക്ഷ അനുഭവിക്കാനും ഒക്കെ ഉള്ളതിനെയാണ് നമ്മൾ ബാധ്യത എന്ന് പറയുന്നത് അല്ലെ? ഉൽപ്പന്ന ബാധ്യത, സേവന ബാധ്യത എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ച ചോദ്യം എങ്ങനെയായിരുന്നു? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അനുസരിച്ച് ഒരു ഉൽപ്പന്ന ബാധ്യതാ പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്?
മാനുഫാക്ചറർ ആണ്. ഓക്കെ, ബാധ്യസ്ഥനായിരിക്കും എങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻ ആണെന്നാണ് ചോദിക്കുന്നത്. ഉൽപ്പന്നത്തിൽ ഒരു നിർമ്മാണ വൈകല്യം അടങ്ങിയിരിക്കുന്നു, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിൽ നിർമ്മാണ വൈകല്യം അടങ്ങിയിരിക്കുന്നു, ഉൽപ്പന്നത്തിന്റെ രൂപകൽപ്പനയിലെ പിഴവ് അല്ലെങ്കിൽ വൈകല്യം മൂലം, അല്ലെങ്കിൽ പാലിക്കപ്പെടേണ്ട നിർമ്മാണ സവിശേഷതകളിൽ നിന്നുള്ള വ്യതിയാനം മൂലം, അല്ലെങ്കിൽ ഉൽപ്പന്നം എക്സ്പ്രസ് വാറന്റിയുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. അപ്പൊ ഇവിടെ ആൻസർ അവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ് ഓപ്ഷൻ ഡി എല്ലാം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് പോവുകയാണ്. ഈ 3 ആൾക്കാർക്കും എപ്പോഴൊക്കെയാണ് ബാധ്യത ഉണ്ടാവുന്നത്? ഇനി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യണമല്ലോ. സോ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ സെക്ഷൻ 84 ലയബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് മാനുഫാക്ചറിനെ പറ്റിയിട്ടും 85 ലയബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് സർവീസ് പ്രൊവൈഡറിനെ പറ്റിയിട്ടും 86 ലയബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് സെല്ലേഴ്സിനെ പറ്റിയിട്ടുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവർക്കൊക്കെ എപ്പോഴാണ് ബാധ്യസ്ഥനാകുന്നത്, അവർക്ക് ആ ഒരു ഉൽപ്പന്നത്തിൽ എപ്പോഴാണ് ബാധ്യത ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ചു കേട്ടെ. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, ലയബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ. ഞാനിപ്പോൾ ഒരു മാനുഫാക്ചർ ആണ്, ഞാൻ ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചർ ആണ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന, ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ആളാണ്. ഓക്കെ, അപ്പൊ എനിക്ക് എപ്പോഴൊക്കെയാണ് ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴൊക്കെയാണ് ബാധ്യസ്ഥനാകുന്ന എന്ന് ചോദിച്ചാൽ, നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചതാണ്, ആ ഉണ്ടാക്കിയ സാധനത്തിൽ എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഇരിക്കേണ്ട സാധനത്തിന് പകരം മറ്റെന്തെങ്കിലും ഒരു രീതിയിലായി പോയി കഴിഞ്ഞാൽ അത് എന്റെ ബാധ്യതയാണ്. അല്ലെ, ഞാനൊരു മാനുഫാക്ചർ ആണ്, അത് എന്റെ ബാധ്യതയാണ്. ആൻഡ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട്. ഇപ്പോൾ ഓരോ പ്രോഡക്റ്റ് ഇറക്കുമ്പോഴും അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ആ ഒരു ഡിസൈൻ ഉണ്ട്. പക്ഷെ ആ ഡിസൈനകത്ത് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതും എന്റെ ബാധ്യതയാണ്. ഞാനാണ് മാനുഫാക്ചർ. അതുകൊണ്ട് തന്നെ അവിടെ ആ പ്രോപ്പർ ഡിസൈനകത്ത് നിന്നും ഒരു വ്യതിയാനം അവിടെ സംഭവിച്ചുവെങ്കിൽ ഇറ്റ്സ് മൈ ഫോൾട്ട്. ഓക്കെ, ഞാനാണ് അതിൽ ബാധ്യസ്ഥനായിട്ടുള്ളത്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് സ്പെസിഫിക്കേഷൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ മാനുഫാക്ചറിങ് സ്പെസിഫിക്കേഷനിൽ നിന്നും അവിടെ വ്യതിയാനം സംഭവിക്കുകയാണ്. ഞാൻ കൊടുത്തിട്ടുള്ള രീതിയിലല്ല അവിടെ മാനുഫാക്ചറിങ് നടന്നിട്ടുള്ളതെങ്കിൽ അവിടെയും ഞാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, പിന്നെ ഞാൻ ഒരു 10 വർഷ വാറണ്ടി ഉള്ള ഒരു പ്രോഡക്റ്റ് പുറത്തിറക്കുകയാണ്. പക്ഷേ അത് ഒരു 3 വർഷത്തിനേക്ക് അപ്പുറത്തേക്ക് അത് ഓടുന്നത് പോലുമില്ല, എല്ലാം കംപ്ലൈന്റ് ആവുകയാണ്. സോ അവിടെ എന്ത് ചെയ്യുന്നു, ആ എക്സ്പ്രസ് വാറണ്ടിയുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. അവിടെയും ആര് ബാധ്യസ്ഥനാണ്? മാനുഫാക്ചറർ ആയിട്ടുള്ള ഞാൻ ബാധ്യസ്ഥനാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഉള്ള സംഭവം എന്ന് വെച്ചാല്, ഞാൻ പുറത്തിറക്കുന്ന ഒരു സാധനം കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഹാർംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ആണെങ്കിൽ, അത് യൂസ് ചെയ്യുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്നതാണെങ്കിൽ ഞാൻ അവിടെ കൃത്യമായിട്ട് എന്ത് കൊടുക്കണമായിരുന്നു? വാർണിംഗ് കൊടുക്കണമായിരുന്നു. അല്ലെ, ആ പ്രൊഡക്റ്റിനകത്ത് വാർണിംഗ് കൊടുക്കണമായിരുന്നു. ഇറ്റ്സ് ഹൈലി ഇൻജൂറിയസ്, അല്ലെ, ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നോ അങ്ങനെ, അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് അത് ഒഴിവാക്കണമെന്നോ തുടങ്ങിയ വാർണിംഗ്സ് ഞാൻ കൊടുക്കാതെ ഒരു സാധനം പുറത്തിറക്കുകയാണെങ്കിൽ അവിടെ ആരാണ്? പ്രൊഡക്റ്റ് മാനുഫാക്ചറർ ആണ് അവിടെ ലയബിൾ ആയിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോ ഇഫ് ദ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ഷോൾ ബി ലയബിൾ ഇൻ എ പ്രൊഡക്റ്റ് ലയബിലിറ്റി ആക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ്പ്രസ് വാറണ്ടി എന്നുള്ള ഒരു സംഭവം എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് അറിയാതെയാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് കൊടുക്കുന്നത്. എക്സ്പ്രസ് വാറണ്ടി കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഒരു ഉൽപ്പന്നത്തിന് എക്സ്പ്രസ് വാറണ്ടി നൽകാൻ ഞാൻ എന്തെങ്കിലും അശ്രദ്ധയോ അല്ലെങ്കിൽ വഞ്ചനാപരമായോ അല്ലെന്ന് ഞാനിപ്പം അവിടെ പോയി കോടതിയിൽ പോയി തെളിയിക്കുകയാണെങ്കിൽ പോലും അവിടെ ഞാൻ എന്തായിരിക്കും? ഉൽപ്പന്ന ബാധ്യസ്ഥനായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷൻ ഓർത്ത് വെച്ചിരിക്കുക. എപ്പോഴൊക്കെയാണ് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറർ എപ്പോഴൊക്കെയാണ് ലയബിൾ ആയിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് കൂടി നോക്കിയിട്ട് പോകാം. ലയബിലിറ്റി ഓഫ് എന്താണ്? പ്രോഡക്റ്റ് മാനുഫാക്ചർ കഴിഞ്ഞാൽ പ്രോഡക്റ്റ് സെല്ലേഴ്സിന്റെ കേസ് നമുക്ക് നോക്കാം. ഓക്കെ, പ്രോഡക്റ്റ് സെല്ലേഴ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ, a product seller who is not a product manufacturer. Okay, product seller ആയിരിക്കും. ഓക്കെ, പ്രൊഡക്റ്റ് മാനുഫാക്ചറർ അല്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിന്റെ കൂടെ സർവീസ് പ്രൊവൈഡറിന്റെ പഠിച്ചതിന് ശേഷം നമുക്ക് സെല്ലറിന്റെ കേസിലേക്ക് പോകാം. അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും കേട്ടോ. ഇതാ നോക്കിക്കേ, ഒരു പ്രോഡക്റ്റ് സർവീസ് പ്രൊവൈഡർ എപ്പോഴൊക്കെയാണ് ബാധ്യസ്ഥനായിട്ടുള്ളത് എന്നതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഉൽപ്പന്ന സേവന ദാതാവ് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അതായത് സർവീസ് കൊടുക്കുന്ന ഒരാൾ, മറ്റേത് സാധനം കൊടുക്കുന്നു, മറ്റൊരാൾ. ഈ കേസിൽ എന്താ പറയുന്നത്? സെക്ഷൻ 85
സർവീസ് കൊടുക്കുന്ന ആളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഒരു സേവനം, ഓക്കെ, സേവനം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം സാധനങ്ങളും സേവനങ്ങളും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാറുണ്ട് അല്ലെ. അപ്പൊ ഒരു സേവനം എന്ന് പറയുന്നത് അവര് വലിയ വാഗ്ദാനങ്ങളെല്ലാം തന്നിട്ടാണ് നമ്മളെ ആ ഒരു സർവീസ് നമുക്ക് തരാമെന്ന് പറഞ്ഞതും നമ്മൾ അത് ഓക്കെ ആയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഫീസോ അല്ലാതെയുള്ള ക്യാഷോ പ്രൈസോ നമ്മൾ അങ്ങനെ കൊടുത്തത്. പക്ഷേ അവര് പറഞ്ഞതിൽ നിന്നും തകരാറുള്ളതോ അപൂർണമായിട്ടുള്ളതോ കുറവുള്ളതോ ഗുണനിലവാരത്തിലൊക്കെ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യത്തിൽ നിന്നും വളരെ ഡീവിയേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ആ സർവീസ് പ്രൊവൈഡർ എന്താണ്, ബാധ്യസ്ഥരാണ്. ഇപ്പൊ നിങ്ങൾ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു. ആ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അവർ പറഞ്ഞു എക്സാം വരെ നിങ്ങൾക്ക് കോഴ്സ് ഉണ്ടാകും, നിങ്ങൾക്ക് ആ എക്സാം ദിവസം വരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് 2 മാസം കഴിയുമ്പോഴത്തേക്കും കോഴ്സ് തീർന്നു, ഇനിയിപ്പോ കോഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ അവിടെ ആ സർവീസ് പ്രൊവൈഡർ എന്താണ്, നമ്മൾ കംപ്ലൈന്റ് കൊടുത്താൽ അത് ബാധ്യസ്ഥനായിരിക്കും. ഇനി ദോഷം വരുത്തുന്ന എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ, അതായത് ഇപ്പൊ നിങ്ങൾ ഈ എന്താണ് സർവീസ് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാം, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാം എന്നുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം പറയാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ബോധപൂർവ്വം തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെയും പ്രോഡക്റ്റ് സെല്ലേഴ്സ് ലയബിൾ ആയിരിക്കും. പിന്നീട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതുവഴി ഉണ്ടായി കഴിഞ്ഞാലും പ്രോഡക്റ്റ് സെല്ലർ അതിനകത്ത് മീൻസ് സെല്ലർ അല്ല, പ്രോഡക്റ്റ് സർവീസ് പ്രൊവൈഡർ അതിനകത്ത് ബാധ്യസ്ഥനായിരിക്കും. ഓക്കെ, ഇനി ഒരു സർവീസ് കിട്ടുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും ദോഷകരമായിട്ടുള്ള കാര്യങ്ങള് എന്താണ് വേണ്ടുന്ന രീതിയിൽ അവർ നിർദ്ദേശം തരാതെ പോവുകയോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കരാറ്, ഇപ്പം ഈ ഒരു സേവനം ഇത്ര നാളുണ്ടാകും അല്ലെങ്കിൽ ഈ ഒരു ടൈം വരെ 1 വർഷത്തേക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും അത് നമ്മളിൽ നിന്നും അതിന്റെ ആക്സസ് ഒക്കെ എടുത്തു കളഞ്ഞാല് അവിടെയും ബാധ്യസ്ഥനായിട്ടുള്ളത് ആരാണ്, അത് നമ്മുടെ സർവീസ് പ്രൊവൈഡർ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതാണ് ലയബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മറ്റേത് മാനുഫാക്ചറർ ആയിരുന്നു, ഇതെന്താണ്, സർവീസ് പ്രൊവൈഡർ ആണ്. ഇനി അടുത്തതാണ് പ്രോഡക്റ്റ് സെല്ലേഴ്സ്. ഓക്കെ, ഇപ്പൊ മാനുഫാക്ചറിന്റെ ഇടയ്ക്ക് മാനുഫാക്ചറർ കഴിഞ്ഞു, ഓക്കെ, സർവീസ് കൊടുക്കുന്ന ആള് കഴിഞ്ഞു. ഇനി ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് ആര്, നമ്മുടെ സാധനങ്ങള് വിൽപ്പനക്കാരൻ എന്ന് പറയുന്നത് അല്ലെ, പ്രോഡക്റ്റ് സെല്ലർ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ സിറ്റുവേഷനിലായിരിക്കും പ്രോഡക്റ്റ് സെല്ലർ ലയബിൾ ആയിട്ടുള്ളത്, ബാധ്യസ്ഥനായിട്ടുള്ളത് എന്ന് ചോദിച്ചാല് എന്താ ചെയ്യുന്നു, അതായത് ഇപ്പം ഒരു സാധനം ഉപയോഗിച്ചത് വഴി ഒരു ദോഷം ഉണ്ടാവുകയാണ്, എന്തെങ്കിലും ഒരു ഹാർംഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് സംഭവിക്കുകയാണ്. ഓക്കെ, അപ്പോ അവിടെ അയാള് കൃത്യമായിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ നമുക്കത് തരികയാണെങ്കിൽ, ഓക്കെ, അയാള് കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം ഒന്നും ഇല്ലാതെ ഇത് കാണുന്നവർക്കെല്ലാം എടുത്തു കൊടുക്കുന്ന ഒരു രീതിയാണ്. അയാൾക്ക് ഓൾറെഡി ആ സംഭവം അറിയാമായിരുന്നു, പക്ഷെ അയാള് ആ ദോഷം പറ്റിയ ആ ഒരു ഉൽപ്പന്നത്തിന്റെ രീതിയിൽ അയാൾ എന്ത് ചെയ്യുന്നു, അതങ്ങ് വിറ്റഴിക്കുന്ന രീതിയിൽ അയാളങ്ങ് എന്തെങ്കിലും തിരിമറി കാണിച്ചതങ്ങ് വിറ്റഴിക്കാൻ നോക്കുകയാണെങ്കിൽ അതുവഴി എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ വിൽപ്പനക്കാരൻ ബാധ്യസ്ഥനാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഒറിജിനൽ പ്രൊഡക്റ്റിൽ നിന്നും അയാൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താം. ഇപ്പൊ അതിനകത്ത് നിന്നുള്ള ഹൈ ക്വാളിറ്റി സാധനങ്ങൾ എടുത്തു മാറ്റിയിട്ട് ലോ ക്വാളിറ്റി സാധനങ്ങൾ അതിനകത്ത് നിർത്തിയിട്ട് എന്ത് ചെയ്യാം, ആ സാധനങ്ങൾ വിൽക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫോണിന്റെ ബാറ്ററി, ഒറിജിനൽ ബാറ്ററി എടുത്ത് മാറ്റിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി എടുത്ത് അതിനകത്ത് വെച്ചു കൊടുത്ത് അയാൾ വിൽക്കുകയാണ്. അങ്ങനെ വിൽക്കുന്ന സമയത്ത് അത് യൂസ് ചെയ്യുന്നത് വഴി ആ ഒരു എന്താണ് വാങ്ങിച്ച ആൾക്ക് വലിയൊരു അവിടെ ഫോൺ പൊട്ടിത്തെറിക്കുകയും അയാൾക്ക് വലിയൊരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ആരാണ് ബാധ്യസ്ഥൻ, ഫോണിന്റെ കമ്പനിക്കാരനാണോ, അല്ല. മാനുഫാക്ചർ ആണോ, അല്ല. ആരാണ് ഇതിന്റെ ഇടയ്ക്ക് കൃത്രിമം കാണിച്ചത്, ഈ വിൽപ്പനക്കാരനാണ് അല്ലെ. സോ അവിടെയും ഈ വിൽപ്പനക്കാരനായിരിക്കും ബാധ്യസ്ഥനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കാം. പിന്നെ ഒരു സാധനം അയാൾ മെയിൻ ആയിട്ടുള്ള സാധനം വാങ്ങാണ്, പക്ഷെ അത് എവിടെ നിന്ന് ഉണ്ടാക്കുന്നു, ആരാണ് ഉണ്ടാക്കുന്നത്, അയാളുടെ അഡ്രസ് എന്താണ്, ഇതിന്റെ ഓണർ ആരാണ് തുടങ്ങി ഒരു കാര്യവും അറിയാതെ ഒരാൾ ഒരു സാധനം സെല്ല് ചെയ്യുകയും അതുവഴി എന്തെങ്കിലും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് അതിന് മാനുഫാക്ചറിനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ പോലും ആണെങ്കിൽ അവിടെയും ആരായിരിക്കും ബാധ്യസ്ഥനായിട്ടുള്ളത്, നമ്മുടെ ആ ഒരു സെല്ലർ, അതായത് നമ്മുടെ ആ ഒരു വിൽപ്പനക്കാരനായിരിക്കും ബാധ്യസ്ഥനായിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഒരു സാധനം യൂസ് ചെയ്യുന്നതിനകത്ത് അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്യുന്നതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു ഫെയില് സംഭവിക്കുകയാണെങ്കിലും അവിടെയും ആ ഒരു പ്രൊഡക്റ്റ് സെല്ലർ ആയിരിക്കും ലയബിൾ ആയിട്ടുള്ളതെന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏതൊക്കെ സിറ്റുവേഷനിൽ ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ലയബിൾ ആയിട്ടുള്ളതെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോ ആ ഒരു കേസ് ഇനി നമ്മളോട് മുന്നില് നമുക്ക് ഇങ്ങനെയൊക്കെ ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, മാനുഫാക്ചറർ ലയബിൾ ആയിട്ടുള്ളതും
പ്രൊഡക്റ്റ് സെല്ലേഴ്സ്, പ്രൊഡക്റ്റ് സർവീസ് പ്രൊവൈഡർ എല്ലാം ബാധ്യസ്ഥരായിട്ടുള്ള സിറ്റുവേഷൻ ഇനി നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി കൃത്യമായിട്ട് ആൻസർ ചെയ്യുമല്ലോ, ഉറപ്പാണല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഐഡന്റിഫൈ ദ പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ഇസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് എ നാഷണൽ പാർട്ടി ഇൻ ഇന്ത്യ എന്നാണ് ചോദ്യം. ഓക്കെ, ഇത് ഓൾറെഡി 2023 ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. അതായത് പെട്ടെന്ന് ആ ഒരു എക്സാം ടൈമിൽ സംഭവിച്ച, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പായിട്ട് സംഭവിച്ച കാര്യങ്ങളായിരുന്നു. അപ്പൊ അത് ബേസ് ചെയ്ത് വന്നൊരു ചോദ്യമാണ്. അതായത് 2022 ആ ഒരു ഡേറ്റയിൽ നിന്നും ആ ഒരു ഡേറ്റ നോക്കുമ്പോഴത്തേക്കും പുതിയതായിട്ട് പൊളിറ്റിക്കൽ പാർട്ടി, ഐഡന്റിഫൈ ദ പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ഇസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് എ നാഷണൽ പാർട്ടി, ഈ കൂട്ടത്തിൽ ഉള്ളതിനകത്ത് 2022 ഡേറ്റ പ്രകാരം നാഷണൽ പാർട്ടി അല്ലാതിരുന്നത് ഏതെന്നാണ് ചോദ്യം. അതായത് ഈ എക്സാം നടക്കുന്ന സമയത്ത് ഇതില് എന്തായിരുന്നു, ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ആൻസർ മാർക്ക് ചെയ്തേക്കുന്ന പാർട്ടിയില്ലേ, അതെന്തായിട്ടുണ്ടായിരുന്നു, നാഷണൽ പാർട്ടി ആയിട്ടുണ്ടായിരുന്നു. 2023 പരീക്ഷയ്ക്കാണ് ഇത് ചോദിച്ചത്. ഓക്കെ, അപ്പൊ 2022 ഡേറ്റയില് ആം ആദ്മി പാർട്ടി നാഷണൽ പാർട്ടി ആയിട്ടുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. സോ അതാണ് അവിടെ ആൻസർ ആയിട്ട് വന്നത്. കണ്ടോ? അപ്പൊ ഐഡന്റിഫൈ ദ പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ഇസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് എ നാഷണൽ പാർട്ടി ഇൻ ഇന്ത്യ ആസ് ഓൺ 2022 ഡേറ്റ ചോദിച്ചു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇപ്പം 2024 മാർച്ച് ആ ഒരു സമയമൊക്കെ കഴിയുമ്പോഴത്തേക്കും 6 പാർട്ടികളായിരുന്നു നാഷണൽ പാർട്ടി ആയിട്ട് ഉണ്ടായിരുന്നത്. അതിനകത്ത് പിന്നീട് ചേഞ്ചസ് ഒന്നും സംഭവിച്ചിട്ടില്ല. സോ ആ ഒരു ടൈമില് ചേഞ്ചസ് വെച്ചിട്ടാണ് ആ ഒരു ഡേറ്റ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ എന്താണ്, നമ്മുടെ 6 പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് നാഷണൽ പാർട്ടി സ്റ്റാറ്റസിൽ ഇപ്പോൾ ഉള്ളതെന്ന് ഓർത്തു വെച്ചിരിക്കുക. തുടക്കത്തിൽ 1952 ഓൾമോസ്റ്റ് 14 നാഷണൽ പാർട്ടികളോളം ഉണ്ടായിരുന്നു. അപ്പൊ നിലവില് എത്രയാണ്? 6 റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, ഇലക്ഷൻ കമ്മീഷൻ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള 6 നാഷണൽ പാർട്ടികളാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അത് ഏതൊക്കെ പാർട്ടിയാണെന്ന് കൂടി പഠിച്ചു വെച്ചിരിക്കുക. ആ 6 പാർട്ടിയുടെ പേരും പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഏതൊക്കെയാണ്? ആം ആദ്മി പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, അഥവാ നമ്മൾ അതിനെ BSP എന്ന് പറയുന്നു. കേട്ടോ? ആം ആദ്മി പാർട്ടി ഉണ്ട്, ബഹുജൻ സമാജ് പാർട്ടി ഉണ്ട്, പിന്നെ നമ്മുടെ BJP, ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട്, പിന്നെ നമ്മുടെ CPIM ഉണ്ട്. ഓക്കെ, CPI അല്ല, CPIM ആണ് ഉള്ളത് കേട്ടോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ആണ് ഉള്ളത്. പിന്നെ നമ്മുടെ INC ഉണ്ട്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. പിന്നെ NPP ഉണ്ട്. ഓക്കെ, നാഷണൽ പീപ്പിൾസ് പാർട്ടി. ഓക്കെ, മാറിപ്പോകല്ലോ. ഏതൊക്കെ പാർട്ടികളാണ് നിലവിൽ നമ്മുടെ നാഷണൽ പാർട്ടി ആയിട്ടുള്ളത്? ദേശീയ പാർട്ടികൾ ഏതൊക്കെയാണ് അത് പറഞ്ഞേ? ആം ആദ്മി പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നാഷണൽ പീപ്പിൾസ് പാർട്ടി. ഇപ്പൊ ഇവിടെ നമുക്കറിയാവുന്ന 3 പാർട്ടികൾ ഉണ്ടല്ലോ, അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, അതേപോലെ തന്നെ CPIM ഉണ്ട്. ഇത് നമുക്കറിയാം. പിന്നീട് നമുക്ക് ഓർക്കേണ്ടത് ആം ആദ്മി പാർട്ടി ഉണ്ട്. അത് പുതിയതായിട്ട് വന്നതാണെന്ന് നമുക്കറിയാം. പിന്നെ നമുക്ക് മാറിപ്പോകാതെ പഠിക്കേണ്ടത് BSPയും പിന്നെ NPPയും ആണ്. BSPയും NPPയും ആണ് മാറിപ്പോകാതെ പഠിക്കേണ്ടത്. BSP എന്ന് പറഞ്ഞാല് ബഹുജൻ സമാജ് പാർട്ടിയാണ്. NPP എന്ന് പറഞ്ഞാല് നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണ്. മറക്കത്തില്ലല്ലോ, ഉറപ്പാണല്ലോ. ബഹുജൻ സമാജ് പാർട്ടിയും അതുപോലെ നാഷണൽ പീപ്പിൾസ് പാർട്ടിയും. ഓക്കെ, അങ്ങനെയെങ്കിൽ 2023 സമയത്ത് നമ്മുടെ ആം ആദ്മി പാർട്ടി എന്തായിരുന്നില്ല? നാഷണൽ പാർട്ടി ആയിരുന്നില്ല, അല്ലെ? നാഷണൽ പാർട്ടി ആയിട്ട് ആം ആദ്മി പാർട്ടിയെ റെക്കഗ്നൈസ് ചെയ്തത് എന്നാണ്? 2023 ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് ആം ആദ്മി പാർട്ടിക്ക് എന്ത് സ്റ്റാറ്റസ് കിട്ടുന്നത്? നാഷണൽ പാർട്ടി എന്നുള്ള സ്റ്റാറ്റസ് കിട്ടുന്നത്. എന്നാൽ ആ 2023 3 പാർട്ടികളുടെ നാഷണൽ പദവി റിവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. നാഷണൽ പാർട്ടി ആയിട്ടുണ്ടായിരുന്ന 3 പാർട്ടികളെ ആ നാഷണൽ പാർട്ടി എന്നുള്ള സ്റ്റാറ്റസിൽ നിന്നും അവർ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? ആ 3 പാർട്ടികളെ നാഷണൽ പാർട്ടികളുടെ കൂട്ടത്തിൽ നിന്നും എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ആ ഒരു നാഷണൽ പാർട്ടി എന്നുള്ള പദവി റദ്ദ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തു വെച്ചിരിക്കുക. അത് ഏതൊക്കെ പാർട്ടികളാണെന്ന് കൂടി പഠിച്ചു വെച്ചിരിക്കുക. ഏതൊക്കെ പാർട്ടികളാണ്?
CPI. ഓക്കെ, CPI. ഓക്കെ, നാഷണൽ പാർട്ടി ആകണമെങ്കിൽ സ്പെസിഫിക് കണ്ടീഷൻസ് ഉണ്ടല്ലോ. ആ കണ്ടീഷൻസ് ഈ ഇലക്ഷനിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാഞ്ഞത് കൊണ്ടാണ് ഇവരുടെ നാഷണൽ പാർട്ടി എന്നുള്ള സ്റ്റാറ്റസ് പോയത് കേട്ടോ. അപ്പൊ CPIക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് അല്ല, മാർക്സിസ്റ്റ് പാർട്ടി CPIM ഇപ്പോഴും ഒരു നാഷണൽ പാർട്ടിയാണ്. എന്നാൽ CPI എന്തല്ല, ഇപ്പോൾ ഒരു നാഷണൽ പാർട്ടി അല്ല. അതേപോലെ തന്നെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ഉണ്ട്, അതിനെയാണ് NCP എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു? നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണ് NPP എന്താണ്? അത് നാഷണൽ പാർട്ടിയാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ആ ഒരു ദേശീയ പദവിയും എന്ത് പോയി? റിവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ NCP എന്തല്ല, ഇപ്പോൾ നാഷണൽ പാർട്ടി അല്ല. അതേപോലെ തന്നെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു, TNC. അവരുടെ സ്റ്റാറ്റസും എന്ത് പോയി? 2023 കൂടി ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പദവിയൊക്കെ കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ 2023 3 പാർട്ടികളുടെ നാഷണൽ പദവി എടുത്തു കളയുകയും ഒരു പാർട്ടിക്ക് നാഷണൽ പദവി കൊടുക്കുകയും ചെയ്തു. ഏത് പാർട്ടിക്കാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ ആം ആദ്മി പാർട്ടിക്കാണ്. ഏതൊക്കെ പാർട്ടിക്കാണ് എടുത്തു കളഞ്ഞതെന്ന് ചോദിച്ചാൽ CPIയുടെ പദവി കളഞ്ഞു, NCPയുടെ പദവി കളഞ്ഞു, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ പദവി കളഞ്ഞു. അതേപോലെ തന്നെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ പദവിയും എടുത്തു കളയുകയുണ്ടായി. അപ്പോൾ നിലവിൽ ഏതൊക്കെയാണ് 6 റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നാഷണൽ പാർട്ടികൾ എന്ന് ചോദിച്ചാൽ ഇവിടെ ഉള്ള 3 ആദ്യമേ പറയുക: BJP, കോൺഗ്രസ്, CPIM. ഇനി ഇത് കൂടാതെ ആം ആദ്മി പാർട്ടി ഉണ്ട്. പിന്നെ 2 മാറിപ്പോകാതെ പഠിക്കണം: BSPയും NPPയും. BSP എന്ന് പറഞ്ഞാൽ ബഹുജൻ സമാജ് പാർട്ടി, NPP എന്ന് പറഞ്ഞാൽ നാഷണൽ പീപ്പിൾസ് പാർട്ടി. ക്ലിയർ ആണ്? ഓക്കെ ആണ്? പെർഫെക്റ്റ് ആണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, നിങ്ങളെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങളൊന്ന് പറയണം. നിങ്ങൾക്ക് ഈ റിവിഷൻ യൂസ്ഫുൾ ആകുന്നുണ്ടോ? ഇനിയും ഈ ക്ലാസ് ഇതേപോലുള്ള ക്ലാസ്സുകൾ വേണോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് എന്റെ അടുത്ത് ഒന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന അത്ര ക്ലാസ്സുകൾ എടുത്തു തരാം. ഇനിയിപ്പോ വേണ്ട, ഇതൊക്കെ ഭയങ്കര ബോറാണ്, സമയം പോകുന്നു, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതും പറയുക, നമുക്കത് ക്ലാസ്സിന്റെ കൗണ്ട് കുറയ്ക്കാം കേട്ടോ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഫേവറബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റെസ്പോൺസ് നമ്മളെ അറിയിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ മക്കളെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് RTA ആക്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അണ്ടർ RTA ആക്ട്, how much time is provided for dispersal of information sought for concerns on life or liberty of a person? ഞാൻ നിങ്ങൾക്ക് റിവിഷൻ എടുത്ത് തരുന്നത് ഞാൻ എടുത്ത ടോപ്പിക്കിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, സിവിക്സ് നമ്മൾ പകുതിയാണ് എടുത്തത്. പകുതി ടോപ്പിക് ഞാനും പകുതി ടോപ്പിക്ക് അനിൽകുമാർ സാറും ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അനിൽകുമാർ സാർ എടുത്ത ടോപ്പിക്ക് ബേസ് ചെയ്തുകൊണ്ടുള്ള റിവിഷൻ സാറ് തരും. ഞാൻ പഠിപ്പിച്ച ടോപ്പിക്ക് ബേസ് ചെയ്തുകൊണ്ടുള്ള റിവിഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിരിക്കാം. RTA ആക്ടിനകത്ത് ഒരു പേഴ്സന്റെ ലിബർട്ടി, ഓക്കെ, അവരുടെ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അവരുടെ ജീവനോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിവരം നൽകേണ്ടത് എത്ര സമയത്തിനുള്ളിൽ എന്നാണ് ചോദ്യം. അവിടെ 24 മണിക്കൂർ, 48 മണിക്കൂർ, 15 ദിവസം, 30 ദിവസം എന്നൊക്കെ ആൻസർ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻസറോട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 48 മണിക്കൂറാണ്. 48 ദിവസമല്ല. ഒരു വ്യക്തിയുടെ ജീവനെയോ അതേപോലെ തന്നെ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു വിവരമാണ് അവിടെ അപേക്ഷ വഴി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 48 മണിക്കൂറിനുള്ളിൽ അതിനുള്ള മറുപടി നൽകിയിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PSC എപ്പോഴും ഈ RTA ആക്ടിനകത്ത് കുറെ ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകുമല്ലോ. അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുക്കുമ്പോൾ ഇത്ര ദിവസം, അസിസ്റ്റന്റ് പബ്ലിക് ആണെങ്കിൽ അത്ര ദിവസം, ഒരാളുടെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ഇത്ര ദിവസം, അങ്ങനെ ഓരോരോ ടൈം എന്ത് ചെയ്തിട്ടുണ്ട്, ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ടൈം ലിമിറ്റ് മാറി പോകുമെന്ന് അവർക്ക് നല്ലപോലെ അറിയാവുന്നത് കൊണ്ടാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുമെന്നുള്ളത് കൊണ്ടാണ് അവർ സ്ഥിരമായിട്ട് ഈ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ നമ്മളോടാണോ കളി? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതാ ഇപ്പൊ അങ്ങ് പഠിച്ചങ്ങ് സെറ്റ് ആക്കുന്ന മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ആ ടൈം ലിമിറ്റ് മൊത്തത്തിൽ ഒന്ന് നോക്കാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനൊരു വിവരാവകാശ അപേക്ഷ ഒരു പബ്ലിക് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഓർമ്മിപ്പിച്ച് തരുകയാണ്. നിങ്ങൾ കുറെ തവണ ആയിട്ടുണ്ടാകും പഠിച്ചു കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ സ്ഥാപനമാണ്. ഓക്കെ, കേന്ദ്ര സർക്കാരിനാൽ സ്ഥാപിതമായിട്ടുള്ളതാകാം, സംസ്ഥാന സർക്കാരിനാൽ സ്ഥാപിതമായിട്ടുള്ളതാകാം. ഓക്കെ, അതിനെയാണ് നമ്മൾ പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്നത്. പബ്ലിക് അതോറിറ്റിയിലാണ് നമ്മൾ കൊണ്ടുപോയി വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുന്നത്. അപ്പൊ പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു താലൂക്ക് ഓഫീസ് ആകാം, വില്ലേജ് ഓഫീസോ ആകാം, ഏതെങ്കിലും ഒരു സ്ഥാപനമാകാം. ഓക്കെ, കേന്ദ്രത്തിലോ സർക്കാരിന്റെ
കൺട്രോൾ ഉള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ആർക്കാണോ അപേക്ഷ സമർപ്പിക്കുന്നത് ആ ആളെയാണ് നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അതായത് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും തലപ്പത്തുള്ള ഒരാളെ പിടിച്ച് എന്താക്കും? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആക്കും. അയാൾക്ക് താഴെയായിട്ട് വേറൊരാൾക്ക് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നുള്ള ചുമതലയും കൊടുക്കും അല്ലെ. സോ ഞാൻ ഒരു അപേക്ഷ ഒരു ഓഫീസിൽ കൊണ്ടുപോകുന്നതാണ്, ഒരു പബ്ലിക് അതോറിറ്റിയിൽ കൊണ്ടുപോയി ഒരു വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഞാൻ എഴുതിയത് അവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ അയാൾ എനിക്ക് മറുപടി തരേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? വിത്തിൻ 30 days ആണ്. ഞാൻ അപേക്ഷ സമർപ്പിച്ച് 30 ദിവസത്തിനുള്ളിൽ എനിക്ക് എന്ത് ചെയ്തിരിക്കണം? മറുപടി കിട്ടിയിരിക്കണം. ഓക്കെ, ദെൻ രണ്ടാമത്തെ കേസ്, ഞാൻ ഇപ്പോൾ എനിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുക്കാൻ താല്പര്യമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ എനിക്ക് എത്ര സമയത്തിനുള്ളിലാണ് മറുപടി തരേണ്ടതെന്ന് ചോദിച്ചാൽ വിത്തിൻ 35 days ആണ്. അതായത് നിയമത്തിൽ പറയുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ PIOക്ക് കൊടുത്തിരിക്കുന്ന സമയത്തോടൊപ്പം ഒരു എക്സ്ട്രാ 5 ദിവസം കൂടി കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് നമ്മൾ കൂട്ടിയിട്ട് എന്ത് പറയുന്നത്? 35 ദിവസം എന്ന് പറയുന്നത് കേട്ടോ. സിമ്പിൾ കാര്യമാണ്. അപ്പം ഞാൻ PIOക്ക് കൊടുത്താൽ 30 ദിവസത്തിനുള്ളിൽ എനിക്ക് മറുപടി കിട്ടണം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുത്താൽ 35 ദിവസത്തിനുള്ളിൽ എനിക്ക് മറുപടി തന്നിരിക്കണം. അതിപ്പോ യെസ് ഓർ നോ ആയാലും എനിക്ക് കിട്ടിയിരിക്കണം. ഇനി എന്റെ ലൈഫിനെ ബാധിക്കുന്ന, എന്റെ ജീവനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ എന്റെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഒരു അപേക്ഷ ഓടിക്കൊണ്ടുപോയി ഒരു സർക്കാർ സ്ഥാപനത്തിൽ, അതായത് നമ്മുടെ പബ്ലിക് അതോറിറ്റിയിൽ സമർപ്പിച്ചു തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എനിക്ക് എത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് മറുപടി കിട്ടിയിരിക്കണം? ദിവസം ഒന്നുമില്ല, അവിടെ 48 hours, അവിടെ 2 days എന്നൊക്കെ പറഞ്ഞാലും നിയമപ്രകാരം നമ്മൾ ഉള്ള ടൈമാണ് പറയുന്നത്. 48 hours, 48 മണിക്കൂറിനുള്ളിൽ എനിക്ക് അതിനുള്ള വിവരം നൽകിയിരിക്കണം. ഓക്കെ, ഇനി ഞാൻ കൊണ്ടുപോയി ഒരു പബ്ലിക് അതോറിറ്റിയിൽ അപേക്ഷ സമർപ്പിച്ചു. ആ അപേക്ഷ സമർപ്പിച്ച് അയാൾ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഞാൻ ചോദിച്ച ഡേറ്റ അവരുടെ കയ്യിലല്ലല്ലോ, അപ്പുറത്തെ സ്ഥാപനത്തിലല്ലേ, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നത് വില്ലേജ് ഓഫീസിലും ഞാൻ ചോദിച്ച സാധനം ഇരിക്കുന്നത് താലൂക്ക് ഓഫീസിലും ആണെങ്കിൽ അയാൾ തിരിച്ചെന്നെ വിളിച്ചിട്ട് ആ പേപ്പർ തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ മുമ്പാകെ അല്ലെങ്കിൽ ഒരു പബ്ലിക് അതോറിറ്റിയുടെ മുമ്പാകെ ഒരു അപേക്ഷ വരികയും ആ അപേക്ഷയിൽ ചോദിച്ച വിവരം അയാളുടെ കൈവശമുള്ള വിവരമല്ല, മറ്റൊരു പബ്ലിക് അതോറിറ്റിയുടെ കൈവശം ഇരിക്കുന്ന വിവരമാണെങ്കിൽ ആ ആദ്യം കൊടുത്ത ആള് എത്ര ദിവസത്തിനുള്ളിൽ മറ്റേ പബ്ലിക് അതോറിറ്റിക്ക് അത് കൈമാറണം എന്ന് ചോദിച്ചാൽ എത്ര ദിവസത്തിനുള്ളിലാണ്? വിതിൻ 5 days, 5 ദിവസത്തിനുള്ളിൽ കൈമാറണം. മനസ്സിലായോടെ? ഒന്നുകൂടെ പറഞ്ഞിട്ടെ. ഞാനിപ്പോ അപേക്ഷ കൊണ്ടു കൊടുക്കുന്നത് വില്ലേജ് ഓഫീസിലാണ്. ഞാൻ എന്നിട്ട് അപേക്ഷ കൊടുത്തിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി. പക്ഷെ അവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടുത്ത് നോക്കുമ്പോൾ ഞാൻ ചോദിച്ച സംഭവം ഇരിക്കുന്നത് വില്ലേജ് ഓഫീസിലല്ല, അതിന്റെ സാധനം ഇരിക്കുന്നത് എവിടെയാണ്? താലൂക്ക് ഓഫീസിലാണ്. അപ്പോ ഇവരെന്തോ ചെയ്യുന്നു? ഇവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അത് നേരെ അങ്ങോട്ടേക്ക് കൈമാറണം. എങ്ങോട്ടേക്ക്? മറ്റേ സ്ഥാപനത്തിലോട്ട് കൈമാറണം. അതും വിത്തിൻ 5 days. അപ്പം നമ്മളെ അറിയിക്കും, നോട്ടീസ് വഴി അറിയിക്കും, നിങ്ങൾ ചോദിച്ചത് ഇവിടെ അല്ലായിരുന്നു, ഞങ്ങളത് അപ്പുറത്തേക്ക് കൈമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ അറിയിക്കും. ഓക്കെ, അതൊരു വേറെ ഒരു പ്രൊസീജിയർ ആണ്, അത് അവിടെ നടന്നോളും. പക്ഷെ എത്ര സമയത്തിനുള്ളിൽ അത് കൈമാറണം എന്ന് നമ്മളോട് ചോദിച്ചാൽ അത് പബ്ലിക് അതോറിറ്റി വിത്തിൻ 5 days അടുത്ത പബ്ലിക് അതോറിറ്റിക്ക് കൈമാറിയിരിക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലാതെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുന്നു, ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് അയ്യോ ഇവിടെ അല്ലല്ലോ സാധനം അപ്പുറത്തല്ലേ, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ വിവരാവകാശ അപേക്ഷ വന്നാൽ പെട്ടെന്ന് അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം ലിമിറ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് തേർഡ് പാർട്ടി. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാം കക്ഷി. അതായത് വിവരത്തിനായി അപേക്ഷ നൽകുന്ന അപേക്ഷകനല്ലാത്ത വ്യക്തി അല്ലെ, അതിനകത്ത് ഒരു പൊതുസ്ഥാപനം കൂടി ഉൾപ്പെടുന്നു. അതായത് ഞാനിപ്പോൾ ഒരു വിവരത്തിനായിട്ട് അപേക്ഷ നൽകുന്ന വ്യക്തിയാണ് അല്ലെ. അപ്പോൾ ഞാൻ ഒരു പൊതുസ്ഥാപനത്തിൽ കൊണ്ടുപോയാണ് വിവരം നൽകുന്നത്. അപ്പോൾ ഇവിടെ മൂന്നാം കക്ഷി എന്ന് പറഞ്ഞാല് അപേക്ഷയ്ക്കായിട്ട് വിവരാവകാശത്തിനായിട്ട് അപേക്ഷ നൽകുന്ന വ്യക്തി അല്ലാത്ത ഒരാളാണ്. അതായത് ഞാനുമല്ല, ഈ പൊതുസ്ഥാപനവുമായി ബന്ധപ്പെട്ട വിവരമല്ല, ഞാൻ വേറെ ആരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവരം ഇവിടെ പോയി ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ആളെയാണ് നമ്മൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഒരു മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു വിവരം, ഒരു അപേക്ഷ വരികയാണെങ്കിൽ അത് എത്ര ദിവസത്തിനുള്ളിൽ അത് തീർപ്പാക്കണം എന്ന് ചോദിച്ചാൽ 40 ദിവസം, വിത്തിൻ 40 days. പക്ഷെ അവിടെ എക്സ്ട്രാ പ്രൊസീജിയർ ഒക്കെ ഉണ്ട് അല്ലെ. തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിവരമാണെങ്കിൽ 40 ദിവസത്തിനുള്ളിൽ അതിനുള്ള മറുപടി എനിക്ക് കിട്ടിയിരിക്കണം. പക്ഷെ അവിടെ നടക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, ഇപ്പം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അടുത്ത് ചെന്നു, ഞാൻ ഒരു അപേക്ഷ കൊടുത്തു. ആ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആദ്യമേ എന്ത് അറിയിക്കണം?
തേർഡ് പാർട്ടി ആരാണോ തേർഡ് പാർട്ടി അറിയിക്കണം. ഇല്ല പെണ്ണ് അവിടെ ഒരു അപേക്ഷ കൊണ്ട് വന്നിട്ടുണ്ട്, നിങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ അറിയാനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ന കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിത്തിൻ 5 days ആ അപേക്ഷ കിട്ടി വിത്തിൻ 5 days തേർഡ് പാർട്ടിയെ അറിയിച്ചിരിക്കണം. എന്നിട്ട് തേർഡ് പാർട്ടിക്ക് സമയം കൊടുക്കും. പെട്ടെന്ന് അന്ന് തന്നെ വന്ന് ഓടി വന്ന് മറുപടി പറയാനൊന്നും പറയത്തില്ല. വിത്തിൻ 10 days നിങ്ങൾക്ക് ആ പേപ്പർ എപ്പോഴാണോ നോട്ടീസ് എപ്പോഴാണോ കിട്ടിയത് ആ നോട്ടീസ് കിട്ടി വിത്തിൻ 10 days നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, ഈ അപേക്ഷയിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, കൊടുക്കണോ വേണ്ടയോ തുടങ്ങിയ കാര്യങ്ങള് വിത്തിൻ 10 days തിരിച്ചിവിടെ അറിയിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തേർഡ് പാർട്ടിക്ക് നോട്ടീസ് കൊടുക്കുന്നത് അപേക്ഷ കിട്ടി 5 ദിവസത്തിനുള്ളിലാണ്. ആ തേർഡ് പാർട്ടി തിരിച്ച് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ മറുപടി അറിയിക്കേണ്ടത് ആ നോട്ടീസ് കിട്ടി 10 ദിവസത്തിനുള്ളിലാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി അവിടെ നിന്നെല്ലാം പോയി നമ്മൾ പബ്ലിക് അതോറിറ്റി മറുപടി തന്നു, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒന്നാമത്തെ അപ്പീലിന് പോവുകയാണ്. അപ്പീലിന് പോകുമ്പോൾ നമ്മൾ എവിടെ പോകണം? നേരെ ഓടിച്ചാടി കമ്മീഷനിൽ പോണോ? പോവരുത്. ഫസ്റ്റ് അപ്പീൽ ആണെങ്കിൽ നമ്മൾ എവിടെ പോകാവുള്ളൂ? ഈ സ്ഥാപനത്തിൽ, അതായത് നമ്മൾ ഏത് സ്ഥാപനത്തിൽ പോയിട്ടാണോ കണ്ടത്, എവിടെയാണോ അപേക്ഷ കൊടുത്തത് അവിടെയേ പോകാവുള്ളൂ. പക്ഷെ നേരത്തെ കൊടുത്ത ആൾക്ക് കൊടുക്കേണ്ട, പകരം അയാളുടെ റാങ്കിന് മുകളിലുള്ള ഒരാൾക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അപേക്ഷ അപ്പീൽ കൊടുക്കാൻ. അത് നമുക്ക് തന്ന ആ പേപ്പറിനകത്ത് തന്നെ കാണും. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ വിവരത്തിനകത്ത് എന്തെങ്കിലും എന്താണ് പൊരുത്തക്കേട് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ഇന്ന റാങ്കിലുള്ള ഈ ഉദ്യോഗസ്ഥന് കൊണ്ടുപോയി നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാവുന്നതാണെന്ന് ആ പേപ്പറിനകത്ത് തന്ന മറുപടി തന്ന പേപ്പറിൽ കാണും. സോ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ നേരെ വെച്ച് പിടിച്ച് എങ്ങോട്ട് പോകുന്നു? ഫസ്റ്റ് അപ്പീലിനായിട്ട് പോകുന്നു. വിത്തിൻ 30 days നമുക്ക് ആ മറുപടി കിട്ടി. വിത്തിൻ 30 days നമ്മൾ എന്ത് ചെയ്യണം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ സീനിയർ റാങ്കിലുള്ള ഏത് ഉദ്യോഗസ്ഥനാണോ ആ ചുമതല കൊടുത്തിട്ടുള്ളത് ആ ഉദ്യോഗസ്ഥനെ കണ്ട് നമ്മൾ ആദ്യത്തെ അപ്പീല്, ഫസ്റ്റ് അപ്പീല് സമർപ്പിക്കണം. ഇനി ഫസ്റ്റ് അപ്പീല് നമുക്ക് കിട്ടി വിത്തിൻ 30 days നമ്മൾ എന്ത് ചെയ്തു? ആ ഫസ്റ്റ് അപ്പീല് കൊടുത്തു. ഓക്കെ, ആ ഫസ്റ്റ് അപ്പീല് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ആ ഒരു അവര് തന്ന മറുപടിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് അപ്പീലിന് പോകാം. ഓക്കെ, ഇവിടെ അങ്ങോട്ട് പോകുന്ന കാര്യമാണ് പറയുന്നത്, അല്ലാതെ അവരിങ്ങോട്ട് മറുപടി തരുന്ന ദിവസത്തിന്റെ കണക്കല്ല പറയുന്നത് കേട്ടോ. നമുക്ക് മറുപടി കിട്ടി, എത്ര ദിവസത്തിനുള്ളിൽ അപ്പീൽ പോകാം എന്ന് നമ്മളോട് പറയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അപ്പീൽ നമുക്ക് മറുപടി കിട്ടി. ആദ്യത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കയ്യിന്നോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കയ്യിന്നോ മറുപടി കിട്ടി. 30 ദിവസത്തിനുള്ളിലാണ് നമ്മൾ എങ്ങോട്ട് പോകേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ സീനിയർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ അടുത്ത് ഫസ്റ്റ് അപ്പീലിനുമായിട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പൊ നമുക്ക് അവരും ഒരു മറുപടി തന്നു. ഓക്കെ, മറുപടി തന്നതിനകത്ത് നമ്മൾ വീണ്ടും സാറ്റിസ്ഫൈഡ് അല്ല, നമ്മൾ ഉദ്ദേശിച്ച ഒരു മറുപടി അല്ല അവിടെ കിട്ടിയതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് അപ്പീലിന് പോകാൻ സാധിക്കുന്നു. ഈ സെക്കൻഡ് അപ്പീൽ എത്ര ദിവസത്തിനുള്ളിലാണ് പോകേണ്ടത്? ഫസ്റ്റ് അപ്പീലിന് മറുപടി കിട്ടി വിത്തിൻ 90 days 90 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സെക്കൻഡ് അപ്പീലിന് പോയിരിക്കണം. എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ കമ്മീഷനിലേക്കാണ് പോകേണ്ടത് കേട്ടോ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണെങ്കിൽ നമുക്ക് സംസ്ഥാന കമ്മീഷനിൽ പോകാം. ഇനി കേന്ദ്രവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ കൺട്രോളിലുള്ള സ്ഥാപനമാണെങ്കിൽ നമുക്ക് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ കൊണ്ടുപോയി സെക്കൻഡ് അപ്പീൽ സമർപ്പിക്കാം. അങ്ങനെയാണ് ആ ഒരു അപ്പീലിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വിത്തിൻ 90 days ആണ് സെക്കൻഡ് അപ്പീൽ സമർപ്പിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം സെക്ഷൻ 24 പ്രകാരം ഒഴിവാക്കിയിട്ടുള്ള കുറെ സംഘടനകളുണ്ട് അല്ലെ. അവിടെ ഒരു കറപ്ഷനോ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായതായിട്ടുള്ളൊരു ആരോപണമോ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് എത്ര ദിവസമാണ്? 45 ദിവസമാണ് കേട്ടോ. 45 days ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ അവിടെ ആ ഒരു ടൈം ലിമിറ്റ് കൂടി പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ നിങ്ങൾ 30, 35, 48 മണിക്കൂർ, 40 ദിവസം, 45 ദിവസം തമ്മിൽ കൺഫ്യൂഷൻ ആകരുത്. ഇപ്പൊ തന്നെ അങ്ങ് പഠിക്കുക, ഇപ്പൊ തന്നെ പോസ് ചെയ്യുക, ഇപ്പൊ തന്നെ പഠിക്കുക. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 30 days, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ ഒരു 5 ദിവസം കൂടെ കൂടുതൽ, 35 ദിവസം. ഓക്കെ, ഇനി തേർഡ് പാർട്ടി ആണെങ്കിൽ വീണ്ടും ഒരു 5 കൂടെ കൂട്ടിക്കോളൂ, 40 days ആണ്. ഇനി കറപ്ഷൻ ഓർ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണെങ്കിൽ വീണ്ടും ഒരു 5 ദിവസം കൂടെ കൂടാം, 45. ഈ ഓർഡറിൽ നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ സെറ്റ് ആയിക്കോളും. പിന്നെ തേർഡ് പാർട്ടിയുടെ എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ 5 ദിവസം, തിരിച്ച് മറുപടി കിട്ടാൻ 10 ദിവസം. ഓക്കെ, അത് സിമ്പിൾ അല്ലേ. ഫസ്റ്റ് അപ്പീൽ 30 ദിവസം ആണെങ്കിൽ സെക്കൻഡ് അപ്പീൽ 90 ദിവസം. ഓക്കെ, സിമ്പിൾ അല്ലേ. പിന്നെ ലൈഫ് ആൻഡ് ലിബർട്ടി ആണെങ്കിൽ മാത്രം 48 മണിക്കൂർ, അവിടെ മാത്രമേ 48 മണിക്കൂർ വരുന്നുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഇവിടെ ആപ്ലിക്കേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് ഹിന്ദിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഏത് ഭാഷ, മലയാളത്തിൽ കൊടുക്കണമെങ്കിൽ മലയാളത്തിൽ കൊടുക്കാം, ഏത് റീജിയണൽ ലാംഗ്വേജിൽ വേണമെങ്കിലും
കൊടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോടാ? അപ്പൊ ഇന്ന് പഠിച്ച ഇത്രയും ക്വസ്റ്റ്യനും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണോ? എങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ റിവിഷനെ പറ്റിയുള്ള അഭിപ്രായം ഈ ക്ലാസ് കണ്ട് എല്ലാവരും ഇവിടെ കമന്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു റിവിഷൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് യൂസ്ഫുൾ ആണ് എന്നറിയുന്നതിൽ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. നമ്മൾ ഇത്രയും വായിട്ട് അലയ്ക്കുന്നതിന് ഒരു ഗുണം ഉണ്ടാവുമല്ലോ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെയും പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി അടുത്ത റിവിഷൻ ക്ലാസ്സിൽ കാണാം. സെറ്റ് ആക്കാം ബാക്കിയുള്ള ടോപ്പിക്കുകൾ കേട്ടോ. ടെൻഷൻ ഒന്നും അടിക്കണ്ട, കൂൾ ആയിട്ട് പഠിക്കുക, നല്ലപോലെ റിവിഷൻ ചെയ്യുക, എല്ലാ സബ്ജക്റ്റും പഠിച്ചിട്ട് വരിക. ഓക്കെ, താങ്ക് യു. ഹായ് ഓൾ, സിവിക്സിന്റെ റിവിഷന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ റിവിഷൻ ചെയ്ത കാര്യങ്ങളെല്ലാം നല്ലതുപോലെ പഠിച്ചല്ലോ, ആ ടോപ്പിക്കെല്ലാം നല്ലതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയല്ലോ. ഉറപ്പാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകാം. സോ ഇവിടെ നമ്മൾ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആയിട്ട് വന്നിരിക്കുകയാണ്. സോ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യം നിങ്ങൾക്ക് വായിച്ചു തരാം. ഓവർ സ്ട്രെയിൻ എടുക്കണ്ട, ഞാൻ ചോദ്യം വായിച്ചു തരാം. ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെ നിബന്ധനകളാണ് ഇന്ത്യയിലെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി ആകുവാൻ പാലിക്കേണ്ടത് എന്നാണ്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലോക്സഭയിൽ ചുരുങ്ങിയത് 2% സീറ്റുകൾ വിജയിക്കുകയും ആ അംഗങ്ങൾ 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുക, കൗൺസിൽ ഓഫ് സ്റ്റേറ്റിൽ ചുരുങ്ങിയത് 5% സീറ്റ് ജയിക്കുക, ആകെ മുഖ്യമന്ത്രിമാരിൽ ചുരുങ്ങിയത് 2% മുഖ്യമന്ത്രിമാരെ നേടുക, സംസ്ഥാനങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ലോകസഭയിലേക്കോ നിയമസഭയിലേക്കോ ചുരുങ്ങിയത് 6% സാധുവായ വോട്ട് നേടണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി ആൻസർ കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ശ്രദ്ധിച്ചിരിക്കുക. ചോദ്യം ഇങ്ങനെ ആയിരുന്നു: ദേശീയ പാർട്ടി ഉണ്ട്, നമുക്കറിയാം സംസ്ഥാന പാർട്ടികളുണ്ട്, ദേശീയ തലത്തിലുള്ള പാർട്ടികളുണ്ട്. അതില് ദേശീയ പാർട്ടി ആകാൻ കുറച്ച് കണ്ടീഷൻസ് പാലിക്കണമല്ലോ. ആ കണ്ടീഷൻസിൽ ആ 4 സ്റ്റേറ്റ്മെന്റിൽ ഏത് കണ്ടീഷൻ പാലിക്കണമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഏത് ആൻസർ ആണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏത് ആൻസർ ആണ് കിട്ടിയത്? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. ഓപ്ഷൻ എ ആണ്. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ലോക്സഭയിൽ ചുരുങ്ങിയത് 2% സീറ്റുകൾ വിജയിക്കുകയും ആ അംഗങ്ങൾ 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുക എന്നതാണ് നാഷണൽ പാർട്ടി ആകാൻ വേണ്ടുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നാഷണൽ പാർട്ടി ആകാൻ വേണ്ടുന്ന മറ്റ് കണ്ടീഷൻസ് നമുക്കൊന്ന് പെട്ടെന്ന് പഠിച്ചിട്ട് പോയാലോ? നോക്കൂ, നാഷണൽ പാർട്ടി അഥവാ ഒരു പാർട്ടിയെ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കണമെങ്കിൽ അവർ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അത് ഏതൊക്കെയായിരുന്നടാ? ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ചെറിയൊരു ഡൗട്ട് തോന്നും. പക്ഷെ പഠിച്ച് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് പിന്നീട് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഒരു കാര്യം പറയുന്നു, ക്ലാസ് വെറുതെ കേട്ടിരിക്കാനായിട്ട് ഇവിടെ ആരും ഇരിക്കേണ്ട, കൂടെ പഠിച്ചു വരണം. എന്റെ കൂടെ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറഞ്ഞു തന്ന് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ പഠിച്ചെത്തിയിരിക്കണം, കേട്ടല്ലോ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫസ്റ്റ് എന്താണ് ഒരു ഇതെന്താണെന്ന് ചോദിച്ചാല് കണ്ടീഷൻ 1 എന്താണ്? ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ 4 അതിലധികമോ, അതായത് മിനിമം 4 സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും 6% വോട്ട് നേടുകയും. ശ്രദ്ധിക്കുക, ഞാനത് വളരെ ഷോർട്ടാക്കി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഒന്നുകൂടെ പറയുന്നു: ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി 6% വോട്ട് നേടുകയും. പോരാ, അത് മാത്രമല്ല, അതിനോടൊപ്പം മറ്റൊരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അറ്റ്ലീസ്റ്റ് 4 ലോക്സഭാ സീറ്റുകൾ വിജയിക്കുകയും വേണം. ഓക്കെ, 6% വോട്ട് നേടുകയും വേണം ആ പാർട്ടി. അതുപോലെ തന്നെ 4 ലോക്സഭാ സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അത് 1 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്ന് വിജയിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ പാർട്ടിയെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു നാഷണൽ പാർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാം. ആരാണ് ഓരോ പാർട്ടികൾക്കും ദേശീയ പാർട്ടി പദവിയും ദേശീയ പാർട്ടി പദവി എടുത്തു കളയുകയൊക്കെ ചെയ്യുന്നത്? അത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് അല്ലെ. സോ അവര് പറഞ്ഞിരിക്കുന്ന ഒരു റിക്വയർമെന്റ് ഇതാണ്. പഠിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ 4 അതിലധികമോ സംസ്ഥാനം, അല്ലെങ്കിൽ 4 അതിലധികമോ എന്ന് ചിലപ്പോൾ ഓപ്ഷനിൽ പറയത്തില്ല, പകരം
മിനിമം 4 എന്ന് പറയും. അത് രണ്ടും തുല്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര ശതമാനം വോട്ട് കിട്ടിയിരിക്കണം? 6% വോട്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഇലക്ഷനിലെ മൊത്തത്തിലുള്ള വോട്ട് നോക്കുകയാണെങ്കിൽ അതിൽ 6% വോട്ട് 4 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ലഭിച്ചിരിക്കണം. ഒറ്റ സംസ്ഥാനത്തിൽ നിന്ന് 6% വോട്ട് വേണമെന്നല്ല പറയുന്നത്. 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി 6% വോട്ട് നേടണം. അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം? 4 സീറ്റുകൾ. അപ്പൊ 4 ഓർത്ത് വെച്ചിരിക്കുക. 4 ഓക്കെ, ഇവിടെ ഒരു 6 വരുന്നുണ്ട്. 4 4 6, അതായത് 4 സീറ്റുകൾ 4 സ്റ്റേറ്റിൽ നിന്നായിട്ട് 6% വോട്ട് നേടുകയും 4 സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പാർട്ടി എന്ത് പാർട്ടിയായി? ദേശീയ പാർട്ടിയായി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ആണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്ന ആ ഒരു ഓപ്ഷനിൽ കൊടുത്തിരുന്നത്. എന്താണ്? മിനിമം 3 സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും എന്താണ് 2% സീറ്റുകളിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ വിൻ 2% സീറ്റ്സ് ഇൻ ലോക്സഭയില് മൊത്തം സീറ്റുകളില് 2% സീറ്റിൽ വിജയിക്കുകയും അവർ 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെങ്കിൽ എന്തായി? അതൊരു നാഷണൽ പാർട്ടി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരിക്കണം. അത് എത്ര ശതമാനം? ലോക്സഭാ സീറ്റിന്റെ എത്ര ശതമാനം വിൻ ചെയ്തിരിക്കണം? 2% വിൻ ചെയ്തിരിക്കണം. കണ്ടോ, ഇവിടെ 3-2 ആണ്. 3 സംസ്ഥാനങ്ങൾ 2% സീറ്റുകളിൽ വിജയം. 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സ് 2% സീറ്റുകളിൽ നിന്നുള്ള വിജയം. ഇവിടെ എന്തായിരുന്നു? 4 സംസ്ഥാനങ്ങൾ 6% വോട്ട്. ഓക്കെ, ഇവിടെ എന്താണ്? 4 സീറ്റുകളിൽ വിജയിച്ചിരിക്കണം. അപ്പം 4 6 4 ഇത് 3 2 ആണ്. മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ സിമ്പിൾ ആണ്. അറ്റ്ലീസ്റ്റ് 4 സംസ്ഥാനങ്ങളിൽ അത് സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, സംസ്ഥാന പാർട്ടി ആകുന്നതിനും ഇതേപോലെ കണ്ടീഷൻസ് ഉണ്ടല്ലേ. സോ അങ്ങനെ ഏതെങ്കിലും 4 സംസ്ഥാനങ്ങളിൽ അതൊരു സ്റ്റേറ്റ് പാർട്ടിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് പാർട്ടിയായിട്ട് കൺസിഡർ ചെയ്യാം? നമ്മുടെ ഒരു നാഷണൽ പാർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നും കൂടെ വായിച്ചു നോക്കുക. 4 സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് പാർട്ടി പദവി വഹിച്ചിട്ടുള്ള പാർട്ടി ആണെങ്കിൽ ഇറ്റ്സ് എ നാഷണൽ പാർട്ടി ആയിട്ട് വരാനായിട്ട് അതിന് അർഹതയുണ്ട്. ഇനി 4 സംസ്ഥാനങ്ങളിൽ നിന്നായി 6% വോട്ടും അതേപോലെ തന്നെ 4 ലോക്സഭാ സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്താൽ അതൊരു നാഷണൽ പാർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്, അംഗീകാരം കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തത് എന്തായിരുന്നു? ലോക്സഭാ സീറ്റിന്റെ 2%, അതായത് ഒരു 11 സീറ്റുകളിൽ എന്ത് ചെയ്യണം? വിജയിക്കുകയും അവർ 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ആയിരിക്കണം. 3 വെറുതെ വിജയിച്ചാൽ പോരാ, ആ വിജയിച്ചവര് അറ്റ്ലീസ്റ്റ് 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെങ്കിൽ ഇറ്റ്സ് എ നാഷണൽ പാർട്ടി. ഓക്കെ, അപ്പൊ അത് നമ്മൾ കണ്ടീഷൻസ് ആ 3 വ്യക്തമായി പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു തവണ ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ഒന്ന് പോസ് ചെയ്തിട്ടോ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തിട്ട് എഴുതി നോക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറന്നു പോകത്തില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ കിട്ടിയല്ലോ. ലോക്സഭയിൽ ചുരുങ്ങിയത് 2% സീറ്റുകളിൽ വിജയിക്കുകയും ആ അംഗങ്ങൾ 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കുകയും ചെയ്യുക. 3 2 ഓർത്ത് വെച്ചിരിക്കണം, 4 6 4 ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. അത് അപ്പൊ ആ നമ്പർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാലും നമുക്ക് അങ്ങ് ആൻസർ കിട്ടിക്കോളും കേട്ടോ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ നാഷണൽ പാർട്ടി ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടി അല്ലെ, അതുപോലെ ബഹുജൻ സമാജ് പാർട്ടി, പിന്നെന്താണ് നാഷണൽ പീപ്പിൾസ് പാർട്ടി, പിന്നെ നമ്മുടെ ഇപ്പൊ നിലവിലുള്ള BJP, INC, അതേപോലെ തന്നെ CPIM. ഇതൊക്കെയാണ് നമ്മുടെ നാഷണൽ പാർട്ടി ആയിട്ട് വരുന്നത്. അവരൊക്കെ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ടാണ് അവർക്ക് എന്ത് കിട്ടിയത്? നാഷണൽ പാർട്ടി പദവി ലഭിച്ചത് അല്ലേ. മനസ്സിലായോ? ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടെ. ചോദ്യം ഇതാണ്: വിച്ച് among the following statement is not true about ലോക്പാൽ? ലോക്പാലുമായി ബന്ധപ്പെട്ട ഒരു 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതില് തെറ്റായിട്ടുള്ളത് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻസ് ഞാൻ വായിക്കട്ടെ. നോക്കൂ. ലോക്പാൽ കൺസിസ്റ്റ് ഓഫ് എ ചെയർപേഴ്സൺ ആൻഡ് 8 members. Among the members of Lokpal, 50% are from judiciary. The chairperson and the members are appointed by the Prime Minister. The retirement age of the members is
70 years. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഓൾറെഡി ആൻസർ മാർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിക്കാണും. എന്നാൽ എന്തായിരിക്കും അതുകൊണ്ട് തെറ്റിയത്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാനുള്ള കാരണം ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിക്കേ. ദ ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യാനോ? അത് ലോക്പാലിനെ ഒരിക്കലും ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അത് തെറ്റാനുള്ള കാരണം. അപ്പൊ പിന്നെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? അത് നമ്മുടെ പ്രസിഡന്റ് ആണ് അല്ലെ. പ്രസിഡന്റ് ആണ്. ലോക്പാലിന്റെ കേസിൽ അപ്പോയിന്റ്മെന്റ് ആയിക്കോട്ടെ, റെസിഗ്നേഷൻ സമർപ്പിക്കുന്ന ആയിക്കോട്ടെ, റിമൂവൽ ആയിക്കോട്ടെ, ഇതെല്ലാം ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? പ്രസിഡന്റിനാണുള്ളത് അല്ലെ. സോ അവിടെ പ്രസിഡന്റ് ആണ് വരേണ്ടിയിരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലായി, ആ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്, ബാക്കി സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് പഠിച്ചിട്ട് പോകാം. അതായത് ലോക്പാലിൽ ഒരു ചെയർപേഴ്സണും 8 അംഗങ്ങളുമാണുള്ളത്. അപ്പൊ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ എത്രയാ പറയേണ്ടത്? 9 എന്ന് പറയണോ? വേണ്ട, 8 അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയാകും. അതേപോലെ ആ 8 അംഗങ്ങളിൽ 50%, ഓക്കെ, മെമ്പേഴ്സിൽ, ലോക്പാൽ മെമ്പേഴ്സിൽ 50% ആൾക്കാർ എവിടെ നിന്നുള്ളവരായിരിക്കണം? ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടുള്ളവരായിരിക്കണം അല്ലെ, കോടതിയായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വ്യക്തികളായിരിക്കണം എന്ന് പറയുന്നു. ആൻഡ് അവരുടെ റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് എത്ര വയസ്സെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 70 വയസ്സിൽ അവർ റിട്ടയർ ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. സോ ആ കണ്ടീഷൻസ് എല്ലാം ലോക്പാലുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചേ, നമുക്ക് ലോക്പാലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ഓട്ടിച്ചൊന്ന് റിവൈസ് ചെയ്താലോ. ലോക്പാൽ ആൻഡ് ലോകായുക്തയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കേന്ദ്ര തലത്തിലുള്ള അഴിമതി വിരുദ്ധ ഓംബുഡ്സ്മാൻ സംവിധാനത്തിനെയാണ് നമ്മൾ ലോക്പാൽ എന്ന് പറയുന്നത്. സംസ്ഥാന തലത്തിലുള്ള അഴിമതി വിരുദ്ധ ഓംബുഡ്സ്മാൻ സംവിധാനത്തിനെയാണ് നമ്മൾ ലോകായുക്ത എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ആണ് അറ്റ് ദ സെൻട്രൽ ലെവൽ എന്ന് ചോദിച്ചാൽ, കേന്ദ്ര തലത്തിലുള്ള ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ഏതെന്ന് ചോദിച്ചാൽ അതിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ലോക്പാൽ ആണ്. ഓക്കെ, അപ്പോ ഈ ലോക്പാലിനെയും ലോകായുക്തയും പറ്റിയിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഒന്നും തന്നെ പ്രതിപാദിച്ചിട്ടില്ല. സോ അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം എന്ത് ചെയ്തു? ഒരു നിയമം കൊണ്ടുവരികയുണ്ടായി. ആ നിയമത്തിന്റെ പേരാണ് ദ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 എന്ന് പറയുന്നത് അല്ലെ. സോ ഈ ഒരു നിയമം പാസാക്കിയ വർഷം നിങ്ങളോട് ചോദിച്ചാൽ, മക്കളെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കണം, പാസാക്കിയ വർഷമാണ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് 2013 ആണ്. ഓക്കെ, ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 എന്നാണ് പറയുന്നത്. ബിക്കോസ് എന്താണ്? ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് പാസാക്കിയ വർഷം എന്ന് പറയുന്നത് 2013 ആണ്. ഓക്കെ, ഇനി 2013 പാസാക്കിയ ആക്ട് എന്നാണ് നിലവിൽ വരുന്നത്? അപ്പൊ നിങ്ങളോട് ചോദിച്ച ചോദ്യം, ഈ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അവിടെ 2013 പറയരുത്, അവിടെ പറയേണ്ടത് 2014 ആണ്. നിയമത്തിന്റെ ഡേറ്റ്, നിയമം പാസാക്കിയത് 2013ലും അത് നിലവിൽ വരുന്നത് 2014 ജനുവരി മാസം 16 തീയതിയാണെന്ന് പറഞ്ഞേ. 2014 ജനുവരി മാസം 16 തീയതിയാണ്. ഇനി ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ചെയർമാൻ ഉണ്ട്, അതേപോലെ തന്നെ മാക്സിമം 8 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, മാക്സിമം 8ന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ ചെയർമാൻ പ്ലസ് 8 അംഗങ്ങൾ അടങ്ങുന്നതാണ് നമ്മുടെ ലോക്പാൽ സംവിധാനം എന്ന് പറയുന്നത്. ആ 8 അംഗങ്ങളിൽ മക്കളെ ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. ആ 8 അംഗങ്ങളിൽ 50% ആൾക്കാര്, അതായത് 8 പേരുണ്ടെങ്കിൽ അതിൽ 4 പേരെന്ന് പറയുന്നത് മിനിമം ഏത് മേഖലയിൽ നിന്നുള്ളവരായിരിക്കണം? ജുഡീഷ്യറി മേഖലയിൽ നിന്നുള്ളവരായിരിക്കണം. അതേപോലെ ഈ 8 പേരില് 50% ആൾക്കാരിൽ ആരൊക്കെ, ഏതൊക്കെ കാറ്റഗറിയിൽ നിന്നുള്ളവരായിരിക്കണം? SC, ST, OBC, മൈനോറിറ്റി, വുമൺ എന്നീ കാറ്റഗറിയിൽ നിന്നുള്ളവരായിരിക്കണം. മനസ്സിലായോ? അതായത് ഈ 8 പേരുള്ളതിനകത്ത് പകുതി പേര് ജുഡീഷ്യറിയിൽ നിന്നുള്ളവരാണ്. അതേപോലെ ഈ 8 പേരുള്ളതിനകത്ത് പകുതി പേര് ഒരാള് SC വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം, ഒരാൾ ST വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം, ഒരാൾ OBC വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം, ഒരാൾ മൈനോറിറ്റി വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം, ഒരാൾ ആരായിരിക്കണം? വുമൺ ആയിരിക്കണം. സോ ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? 8 പേരിൽ പകുതി ആൾക്കാർ ജുഡീഷ്യറിയിൽ നിന്നുള്ളവരായിരിക്കണം, അതേപോലെ പകുതി ആൾക്കാർ എന്ന് പറയുന്നത് SC, ST, OBC, മൈനോറിറ്റി, വുമൺ കാറ്റഗറിയിൽ നിന്നുള്ളവരായിരിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ?
ഓക്കെ ആണോ? വേറെ സംശയങ്ങളൊന്നുമില്ലല്ലോ. ഇവിടെ SC ST എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ SC ഒരാൾ ST അങ്ങനെ വരണ്ട. ചിലപ്പോൾ മേ ബി എന്ത് ചെയ്യാം, SC ST നിന്ന് ഈ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് ഒരാളെന്നുള്ള രീതിയിലും അത് അപ്പോയിന്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെച്ചിരിക്കാം. നമ്മൾ നിയമത്തിലുള്ള കണ്ടീഷൻ അതേപടി എന്ന് പറഞ്ഞാൽ മതി. 50% ഓഫ് ദ മെമ്പേഴ്സ് വിൽ ബി SC ST OBC മൈനോറിറ്റി ആൻഡ് വുമൺ എന്ന് പറഞ്ഞാൽ മതിയാകും. ഓക്കെ, അങ്ങനെയെങ്കിൽ ദാ ഇവിടെ നമുക്കറിയാം ഈ ലോക്പാൽ എന്താ ചെയ്യുന്നത്, അഴിമതി വിരുദ്ധ ഓംബുഡ്സ്മാൻ സംവിധാനമാണ് അല്ലെ. അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ അന്വേഷണം നടത്തുന്നതും റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ഒക്കെ ആരാണ്? ലോക്പാലാണ്. ലോക്പാൽ അങ്ങനെ ശിക്ഷിക്കത്തൊന്നുമില്ല, റിപ്പോർട്ട് സമർപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട അഴിമതി കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട ശിക്ഷാ നടപടികൾ റെക്കമെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് ലോക്പാലിന്റെ മെയിൻ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പോ ആരൊക്കെ അഴിമതി കാണിച്ചാലാണ് ലോക്പാല് അന്വേഷണം നടത്തുന്നതെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ. ഓക്കെ, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ അഴിമതി കാണിക്കുമ്പോഴാണ്, അവരുടെ അധികാര പരിധിയാണ്, അല്ലെങ്കിൽ ലോക്പാലിന്റെ അധികാര പരിധി എവിടെയെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരിലാണ്. അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഇപ്പൊ പ്രൈം മിനിസ്റ്റർ അഴിമതി കാണിച്ചു എന്ന് ഒരു അലിഗേഷൻ വരികയാണെങ്കിൽ ലോക്പാലിന് ഇടപെടാം. പാർലമെന്റ് അംഗങ്ങള്, അതേപോലെ തന്നെ ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുണ്ട്, കോർപ്പറേഷൻസ് ഉണ്ട്, അവിടുത്തെ എംപ്ലോയീസ് ഒക്കെ അഴിമതി കാണിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അവിടെ കംപ്ലൈന്റ് മീൻസ് അന്വേഷണം നടത്താനായിട്ട് സാധിക്കും. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ച ആ ഒരു സ്റ്റേറ്റ്മെന്റില് എന്തായിരുന്നു, അവര് പ്രൈം മിനിസ്റ്റർ ലോക്പാലിനെ അപ്പോയിന്റ് ചെയ്യുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലെ. പക്ഷേ പ്രൈം മിനിസ്റ്റർ അല്ല ലോക്പാലിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ലോക്പാലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? അത് പ്രസിഡന്റ് ആണ്. പക്ഷെ പ്രസിഡന്റിന്റെ താല്പര്യപ്രകാരമാണോ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല. അതിന് വേണ്ടിയിട്ട് പ്രസിഡന്റിന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആരുണ്ട്? ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട് അല്ലെ. സോ ഇത്രയും കാര്യങ്ങൾ ലോക്പാലുമായി ബന്ധപ്പെട്ട് അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആലോചനയുണ്ടാവും, ആ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് ചോദ്യങ്ങൾ വരത്തില്ലേ എന്നുള്ളത്. അത് സംശയമല്ല മക്കളെ, ദാ നോക്കിക്കോളൂ, ആ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ സെലക്ഷൻ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട ദ സെലക്ഷൻ കമ്മിറ്റി ദാറ്റ് സെലക്ട് ലോക്പാൽ ഇൻ ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, സ്പീക്കർ ഓഫ് ലോക്സഭ, ചെയർമാൻ ഓഫ് രാജ്യസഭ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലോക്സഭ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന് ഉത്തരം എന്താ വരുന്നത്? അത് ആദ്യമേ ആ സെലക്ഷൻ കമ്മിറ്റി പഠിക്കണം, എന്നാലേ ഇതിന് ഉത്തരം പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അങ്ങനെയെങ്കിൽ നമുക്ക് പഠിച്ചാലോ? സെലക്ഷൻ കമ്മിറ്റി പെട്ടെന്ന് ഓടിപ്പോയി പഠിച്ചിട്ട് വരാം. അതാ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇവിടെ സെലക്ഷൻ കമ്മിറ്റിയിൽ 5 പേരാണുള്ളത്. സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ ലോക്സഭയിൽ നിന്നും 2 വ്യക്തികളുണ്ട്. ആരൊക്കെയാണ്? ലോക്സഭാ സ്പീക്കറും ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവും. ലോക്സഭാ സ്പീക്കറും ഉണ്ട്, പ്രതിപക്ഷ നേതാവും ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ അതുകൂടാതെ എന്തായാലും 50% ആൾക്കാർ എന്ന് പറയുന്നത് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെന്ന് നമ്മൾ പറഞ്ഞു. എവിടെ? മെമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ 8 പേരിൽ 50% ആൾക്കാർ എന്തായിരിക്കണം? ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കണം. സോ അവരെ റെക്കമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ആരിപ്പുണ്ട് ഇവിടെ? നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഇരിപ്പുണ്ട്. കണ്ടോ? ചീഫ് ജസ്റ്റിസ് ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ വന്നിരിക്കും. ഇതിനകത്ത് ആരെ വിടണമെന്ന് അറിയിക്കാനായിട്ട്. ഇനിയിപ്പോ ചീഫ് ജസ്റ്റിസിന് എന്തെങ്കിലും അസൗകര്യം കൊണ്ട് വരാൻ പറ്റിയില്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഏതെങ്കിലും ഒരു സുപ്രീം കോടതി ജഡ്ജിനെ നോമിനേറ്റ് ചെയ്തിട്ട്, ഇപ്പൊ നിലവിലുള്ള ഏതെങ്കിലും ജഡ്ജിനെ നോമിനേറ്റ് ചെയ്ത് നമ്മുടെ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് വിടും. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇല്ലെങ്കിൽ മാത്രമാണ് സുപ്രീം കോടതി ജഡ്ജി വന്ന് അവിടെ ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, അത് മാത്രമല്ല ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു നിയമജ്ഞനും ഉണ്ടാകും, ഒരു എമിനന്റ് ആയിട്ടുള്ള ഒരു ജുറിസ്റ്റും ഉണ്ടാകും എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ ഒന്ന് കണ്ണടച്ച് പറയാൻ പറ്റും. ആർക്കൊക്കെ പറയാൻ പറ്റും? ലോക്പാലിലെ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്ന് കണ്ണടച്ച് പറയാൻ നോക്കിക്കേ. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പെട്ടെന്ന് ആലോചിച്ച് നോക്കിക്കേ. ആദ്യമേ പ്രൈം മിനിസ്റ്റർ വന്നു. പ്രൈം മിനിസ്റ്റർ വന്നിട്ട് അവിടെ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ പ്രസിഡന്റ് വരത്തില്ല. പ്രസിഡന്റ് എന്താണ്? നിയമിക്കുന്ന ആളാണ് പ്രസിഡന്റ്. സോ സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രസിഡന്റ് ഉൾപ്പെടത്തില്ല. പിന്നെ ലോക്സഭയിൽ നിന്നുള്ള 2 വ്യക്തികളുണ്ട്. ഒന്ന് ലോക്സഭാ സ്പീക്കറും ഒന്ന് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ്. 3 പേരായി. ഇനി 2 പേരെന്ന് പറയുന്നത് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഏറ്റവും പ്രധാനമായും നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇരിപ്പുണ്ട്. അദ്ദേഹം ഇല്ലെങ്കിൽ മാത്രം സുപ്രീം കോടതി ജഡ്ജിനെ പിടിച്ചെടുക്കും. അതേപോലെ തന്നെ ഒരു പ്രഗത്ഭനായിട്ടുള്ള നിയമജ്ഞനും ഇരിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ മക്കളെ, ഇനി നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ദ സെലക്ഷൻ കമ്മിറ്റി ദാറ്റ് സെലക്ട് ലോക്പാൽ ഇൻ ഇന്ത്യ
consist of the President, Prime Minister, Speaker of Lok Sabha, Chairman of Rajya Sabha, Leader of Opposition in Lok Sabha, Chief Justice of India. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഞാൻ പറയട്ടെ, പ്രസിഡന്റ് വരത്തില്ല, പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട്, സ്പീക്കർ ഓഫ് ലോക്സഭ ഉണ്ട്, ചെയർമാൻ ഓഫ് രാജ്യസഭ ഇല്ല, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലോക്സഭ ഉണ്ട്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ട്. സോ 2, 3, 5, 6, അതായത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ ലോക്പാലുമായി ബന്ധപ്പെട്ട ഇനി ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് പഴുതടച്ച് നമുക്ക് എന്ത് ചെയ്യണം? ആൻസർ പറയണം. സോ പെട്ടെന്നൊന്ന് പഠിച്ചേ. ലോക്പാലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്, സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റ് ആണ്, രാജികത്ത് കൊടുക്കേണ്ടത് പ്രസിഡന്റിനാണ്, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്, ആനുവൽ റിപ്പോർട്ട് കൊടുക്കുന്നത് പ്രസിഡന്റിനാണ്. അപ്പൊ എല്ലാം പ്രസിഡന്റിനാണെന്ന് കിട്ടിയല്ലേ? ഒന്നുകൂടെ, അപ്പോയിന്റ്മെന്റ്, സത്യപ്രതിജ്ഞ, റെസിഗ്നേഷൻ, റിമൂവല്, ആനുവൽ റിപ്പോർട്ട് പ്രസിഡന്റിനാണ്. ഇനി അവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതിലേതാണോ ആദ്യം എന്നതാണ് അല്ലെ. 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഓക്കെ, റിട്ടയർമെന്റ് ഏജ് ചോദിച്ചാൽ 70 വയസ്സെന്ന് പറയാം. ഇനി അല്ലാതെ കാലാവധി ചോദിച്ചാൽ 5 വർഷമാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇതിൽ ഏതാണോ ആദ്യം അതാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഇനി ലോക്പാൽ ചെയർമാന്റെ സാലറി എത്രയാണ്? 2,80,000 രൂപയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സാലറിക്ക് തുല്യമാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ലോക്പാലിന്റെ ചെയർമാൻ സാലറി എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദവിയാണ് ലോക്പാൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ലോക്പാൽ ചെയർമാന്റെ സാലറി ഒന്ന് പറഞ്ഞേ. ലോക്പാൽ ചെയർമാന്റെ സാലറി എത്രയാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സാലറിക്ക് തുല്യമാണ്. ഓക്കെ, ഇനി ലോക്പാൽ മെമ്പേഴ്സിന്റെ സാലറി എന്ന് പറയുന്നത് എത്രയാണ്? ലോക്പാൽ മെമ്പേഴ്സിന്റെ സാലറി സുപ്രീം കോടതി ജഡ്ജിന്റെ സാലറിക്ക് തുല്യമാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ലോക്പാൽ മെമ്പേഴ്സിന്റെ സാലറി എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജിന്റെ സാലറിക്ക് തുല്യമാണ്. അതായത് 2,50,000 രൂപയാണ്. എത്രയാണ്? 2,50,000 രൂപയാണ്. മനസ്സിലായോ? അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ. ലോക്പാൽ ചെയർമാന്റെ സാലറി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സാലറിക്ക് തുല്യവും ലോക്പാൽ മെമ്പേഴ്സിന്റെ സാലറി സുപ്രീം കോടതി ജഡ്ജിന്റെ സാലറിക്ക് തുല്യമാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിലവിലെ സാലറി 2,80,000 രൂപയും സുപ്രീം കോടതി ജഡ്ജിന്റെ സാലറി എന്ന് പറയുന്നത് 2,50,000 രൂപയുമാണ്. ആൻഡ് സാലറി ആൻഡ് അലവൻസസ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്. നമ്മുടെ ഇന്ത്യക്ക് 2 ഫണ്ട് ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? കൺസോളിഡേറ്റഡ് ഫണ്ടും കോണ്ടിജൻസി ഫണ്ടും. എന്താണ് ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ? നമ്മൾ കൊടുക്കുന്ന നികുതി, ടാക്സ്, തിരുവ, GST ഇതെല്ലാം ഇല്ലേ, അതെല്ലാം പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കാണ്. ഇനി കോണ്ടിജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യ എമർജൻസി സിറ്റുവേഷൻസിൽ എടുത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി കുറച്ച് തുക എന്ത് ചെയ്യും? ഈ കോണ്ടിജൻസി ഫണ്ടിലേക്ക് എടുത്തിടും. അപ്പൊ എന്തെങ്കിലും എമർജൻസി വരുന്ന സാഹചര്യങ്ങളിൽ മാത്രം കോണ്ടിജൻസി ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് ചെലവാക്കും. അതാണ് കോണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവർക്ക് സാലറി കൊടുക്കുന്നത് ഓൾമോസ്റ്റ് ഈ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, മറ്റു മന്ത്രിമാരായിക്കോട്ടെ, ഇവർക്ക് എല്ലാം സാലറി കൊടുക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. അതായത് നമ്മളെ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം ശമ്പളം വാങ്ങുന്നത് നമ്മളെ കയ്യിൽ നിന്ന് പിരിക്കുന്ന നികുതിയൊക്കെ വാങ്ങിച്ചിട്ടാണ്. ആ ഒരു തുകകളാണ് അതിലേക്ക് ഫണ്ടിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ലോക്പാലുമായി ബന്ധപ്പെട്ട ഇനി ഒരു ചോദ്യം ചോദിച്ചാൽ ഇനി നിങ്ങൾ ആൻസർ ചെയ്യല്ലോ. അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? സത്യപ്രതിജ്ഞ, രാജിക്കത്ത്, റിമൂവല്, ആനുവൽ റിപ്പോർട്ട് ഒക്കെ പ്രസിഡന്റ് ആണ്. സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ പ്രൈം മിനിസ്റ്റർ റിപ്പോർട്ട്, ലോക്സഭയിൽ നിന്നുള്ള 2 വ്യക്തികളും സ്പീക്കറും പ്രതിപക്ഷ നേതാവും, പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് റിപ്പോർട്ട്, പിന്നെ ഒരു എമിനന്റ് ആയിട്ടുള്ള ഒരു ജുറിസ്റ്റ് റിപ്പോർട്ട്. ഓക്കെ, പിന്നെ സാലറിയുടെ കാര്യം ചോദിക്കുന്നു, കാലാവധിയുടെ കാര്യം ചോദിക്കുന്നു, അവർ സാലറി ഇവിടെ നിന്ന് എടുത്തു കൊടുക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമുക്കിപ്പോൾ ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സിമ്പിൾ ആണ്. നമ്മളങ്ങ് പഠിച്ചങ്ങ് ഒന്നുകൂടെ ഒന്ന് റിവിഷൻ ചെയ്താൽ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. Which among the following agency comes under the purview of റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ അണ്ടറിൽ വരുന്ന ആ ഒരു സ്ഥാപനം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ സർക്കാരിന് കുറെ പബ്ലിക് അതോറിറ്റി സ്ഥാപനങ്ങളുണ്ടല്ലോ, അവയൊക്കെ ചില രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകൾ ചില കാര്യങ്ങളൊക്കെ പുറത്തുവിടാൻ പറ്റാത്ത കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ കൈവശമുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അവരെ എന്ത് ചെയ്തിട്ടുണ്ട്? വിവരാവകാശത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെ. അതായത് നമ്മുടെ സെക്ഷൻ 24 RT ആക്ടിലെ സെക്ഷൻ 24 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? സെക്ഷൻ 24 പറയുന്നത് കേന്ദ്ര സർക്കാരിനാൽ സ്ഥാപിതമായിട്ടുള്ള രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകൾക്ക് ഇത് ബാധകമല്ല. എന്നാൽ അവിടെ ഒരു അഴിമതി ആരോപണമോ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനമോ ഉണ്ടാവുകയാണെങ്കിൽ ആ കാര്യത്തിൽ വിവരാവകാശ നിയമം ബാധകമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു.
അപ്പോ ഈ സെക്ഷൻ 24 രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകൾ എന്നുള്ള വാക്ക് പറയുന്നുണ്ടല്ലോ, അത് നമ്മുടെ RTI ആക്ടിനകത്ത് സെക്കൻഡ് സ്കെഡ്യൂളിനകത്ത്, അതായത് 2 പട്ടികയാണ് വിവരാവകാശ നിയമത്തിലുള്ളത്. അതിലെ 2ാമത്തെ പട്ടികയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഏതൊക്കെയാണ് ആ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകൾ എന്നുള്ളതിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ലിസ്റ്റിൽ നിന്നുമാണ് നമ്മളോട് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടിയാണിത്. അതായത് കുറച്ചു കാലം മുമ്പ്, അതായത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലുള്ള ഒരു പോയിന്റ് ആണ്. സ്കൂൾ ടെക്സ്റ്റിന്റെ ആ ഒരു ചാപ്റ്റർ ഞാൻ ഓർക്കുന്നില്ല. ആ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് എന്താണ്, പ്രധാനമന്ത്രിയുടെ ഓഫീസില് ഇതൊരു ബാധകമാണ്, ഒരു കുട്ടി ഇങ്ങനെ ചോദിക്കുന്നതായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ട് പേജില് എന്താ, പ്രധാനമന്ത്രിയുടെ രാഷ്ട്രപതി എന്താണ്, നമ്മുടെ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു രേഖ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വായിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സുപ്രീം കോടതി അതുമായി ബന്ധപ്പെട്ട ഒരു വിധി പറഞ്ഞു. അതായത് പ്രൈം മിനിസ്റ്റർ ഓഫീസ് വിവരാവകാശത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് പറഞ്ഞു. സോ അത് വായിച്ച ഒരാൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും, മറ്റേത് പഠിച്ചിട്ടില്ലെങ്കിൽ. ഇൻ കേസ് ഇനി അത് കണ്ടിട്ടില്ല, അത് പഠിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ആ 2ാമത്തെ പട്ടിക ഒന്ന് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ 2ാമത്തെ പട്ടിക എന്ന് പറയുന്നത്. കണ്ടോ, വിവരാവകാശ നിയമത്തിലെ സെക്കൻഡ് സ്കെഡ്യൂൾ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കണ്ടോ. സെക്കൻഡ് സ്കെഡ്യൂൾ എന്ന് പറയുന്നത് സെക്ഷൻ 24 ആ ഒരു എക്സ്പ്ലനേഷൻ ഫോം ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ അതായത് ഇവിടെ പറയുന്നത് എന്താണ്, സെൻട്രൽ ഗവൺമെന്റിനാൽ സ്ഥാപിതമായിട്ടുള്ള ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു 26 ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പേരുകളെ നിങ്ങൾ ഒരു 4-5 തവണ ഒന്ന് വായിക്കാം. ഓക്കെ, കാണാതെ പഠിക്കണ്ട, 4-5 തവണ ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിൽ നിന്നോളും. അത്രത്തോളം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചില സ്ഥാപനങ്ങള് രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളാണെന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ചില പേരുകൾ മാത്രമേ ഉള്ളൂ അതുമായിട്ട് ആണോ അല്ലയോ എന്ന് തോന്നുന്നു. അത് ഈ 2-3 തവണ വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്നോളും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പേരുകളൊന്ന് വായിക്കുക. അപ്പൊ ആ പേരുകളൊന്ന് നമുക്കൊന്ന് വായിച്ചാലോ. Intelligence Bureau, Research and Analysis Wing, including its technical wing, namely the Aviation Research Center of the Cabinet Secretariat, Directorate of Revenue Intelligence, Central Economic Intelligence Bureau, Directorate of Enforcement, Narcotics Control Bureau, Special Force of the Cabinet Secretariat, Border Security Force, Central Reserve Police Force, Indo-Tibetan Border Police, Central Industrial Security Force, National Security Guards, Assam Rifles, Shastra Seema Bell, Directorate General of Income Tax, that is Investigation Wing, National Technical Research Organization, Financial Intelligence Unit, Special Protection Group, Defense Research and Development Organization, Border Road Development Board, National Security Council, Central Bureau of Investigation, National Investigation Agency, National Intelligence Grid and Strategic Forces Command എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളതാ ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. Directorate of Revenue Intelligence, Assam Rifles, Directorate of Enforcement. നോക്കിക്കേ, Directorate of Revenue Intelligence, Directorate of Enforcement, ആസാം റൈഫിൾസ്. കണ്ടോ, ഈ 3 ഓപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്ത് ബാധകമല്ല, വിവരാവകാശ നിയമം ബാധകമല്ല. അതായത് ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ നമുക്ക് പോയി വിവരാവകാശം തേടാൻ സാധിക്കത്തില്ല. പക്ഷെ പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസ് നിങ്ങൾ ഇവിടെ വായിച്ചോ, ഇല്ലല്ലോ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രാജുവലി നിങ്ങൾക്ക് ആ ഒരു ആൻസറിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചിരിക്കണം. ഇതൊരു 3-4 തവണ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ ആണോ, ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടെ. ചോദ്യം ഇതാണ്, വിവരാവകാശവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. അണ്ടർ RTI Act 2005, the information is provided to the applicant free of cost if the applicant is a BPL person, where a public authority fails to provide information within 30 days of application, where a public authority fails to provide information within 45 days of application, where a public authority provide incorrect information to the applicant. Okay, അങ്ങനെയെങ്കിൽ ചോദ്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് ഏത് സിറ്റുവേഷനിലാണ്? ഓക്കെ, 4 സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. അപേക്ഷകർ ഒരു BPL വ്യക്തിയാണെങ്കിൽ നമ്മുടെ നിയമത്തിൽ എടുത്തു പറയുന്നുണ്ട്, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഫീസ് അടയ്ക്കേണ്ടതില്ല, അല്ലെ? ബിലോ പോവർട്ടി ലൈൻ, BPL, ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ ഫീസ് അടയ്ക്കേണ്ടതില്ല. അവർക്ക് വിവരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആ പേജസിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഫീസ് ഉണ്ടല്ലോ, അതിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫീസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ
അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നു. അതായത് കൃത്യസമയത്ത് ഒരു പബ്ലിക് അതോറിറ്റി സാധാരണയായിട്ട് വിവരം നൽകേണ്ട സമയപരിധി എന്ന് പറയുന്നത് എത്ര സമയമാണ്? ഒരു 30 days ആണ് അല്ലെ? ഒരു പൊതു അതോറിറ്റി, ഒരു പബ്ലിക് അതോറിറ്റി അല്ലെ 30 ദിവസത്തിനുള്ളിലാണ് സാധാരണയായിട്ട് അപേക്ഷയ്ക്ക് മറുപടി നൽകേണ്ടത്. പക്ഷെ ആ 30 ദിവസമായിട്ടും എനിക്ക് അതിനുള്ള റിപ്ലൈ കിട്ടിയിട്ടില്ല എങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? അത് ഫ്രീ ആയിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. പിന്നെ എന്തുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എന്ന് ചോദിച്ചാല് 45 ദിവസം എന്നുള്ള ഒരു ടൈം ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണയായിട്ട് 30-35 ദിവസം എന്നൊക്കെയാണ് പറയുന്നത്. സോ അതല്ല അവിടെ കൊടുത്തിട്ടുള്ളത്, 45 ദിവസമാണ്. 45 ദിവസം എക്സ്ട്രീം കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളില്ല എന്താണ് അഴിമതി ആരോപണം, മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടത് ആ ഒരു ഇതൊക്കെ ആണെങ്കിൽ 45 days ആപ്ലിക്കബിൾ ആണ്. തേർഡ് പാർട്ടി ആണെങ്കിൽ 40 days ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ അത് ഇവിടെ ഒരു കണ്ടീഷൻ ആയിട്ട് പറയുന്നില്ല. ഇനി ഒരു പൊതു അതോറിറ്റി തെറ്റായ വിവരങ്ങൾ അപേക്ഷകന് നൽകുന്നു. അതായത് ഇപ്പൊ എനിക്കൊരു പബ്ലിക് അതോറിറ്റി അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തന്ന വിവരം തെറ്റാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് ഫീസ് ഫ്രീ ആയിട്ട് തരണമെന്ന് ഞാൻ പറയോ? പറ്റത്തില്ല. പകരം ഞാൻ അത് എന്ത് ചെയ്യുന്നു? ഞാൻ അപ്പീലിന് പോകും. അതായത് എനിക്ക് അയാൾ തന്ന ആ വിവരത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അപ്പീലിന് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ അപ്പീലിന് പോയിട്ട് എന്ത് ചെയ്യാം? ശരിയായിട്ടുള്ള വിവരങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണ്? 1, 2 മാത്രമാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതായത് RTI പ്രകാരം ഫീസ് ഇല്ലാതെ വിവരം നൽകുന്ന സിറ്റുവേഷൻ 1 സമയപരിധി കഴിഞ്ഞാല്, 2 BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകനാണെങ്കിൽ എന്നതാണ് നമ്മൾ അവിടെ ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യം. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം, അക്കോർഡിംഗ് ടു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോട്ട് കൺസ്യൂമർ റൈറ്റ്? ഓക്കെ, ഉപഭോക്തൃ നിയമം അനുസരിച്ച് ഉപഭോക്തൃ അവകാശമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: റൈറ്റ് ടു ചോയ്സ്, right to consumer education, right to bargain, right to heard or right to representation. കേൾക്കാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, വില പേശാനുള്ള അവകാശം. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? സിമ്പിൾ ആണ് അല്ലെ? റൈറ്റ് ടു ബാർഗെയിൻ അഥവാ വില പേശാനുള്ള അവകാശം ഒരു ഉപഭോക്താവിന്റെ അവകാശമായിട്ട് നിയമത്തിൽ പറയുന്നില്ല. അപ്പൊ നിയമത്തിൽ പറയുന്നത് ആകെ ഒരു 6 അവകാശങ്ങളാണ്. അത് ഏതൊക്കെയാണ്? റൈറ്റ് ടു സേഫ്റ്റി അഥവാ സുരക്ഷയ്ക്കുള്ള അവകാശം, റൈറ്റ് ടു ബി ഇൻഫോംഡ് അഥവാ വിവരം അറിയാനുള്ള അവകാശം, റൈറ്റ് ടു ചൂസ് അതായത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, റൈറ്റ് ടു ബി ഹേർഡ് കേൾക്കപ്പെടാനുള്ള ആ ഒരു അവകാശം, റൈറ്റ് ടു സീക്ക് റിഡ്രസൽ പരിഹാരം തേടാനുള്ള അവകാശം, ആൻഡ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ അതാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. സോ ഇത്രയും അവകാശങ്ങളെ പറ്റി മാത്രമേ നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറയുന്നുള്ളൂ. ദാറ്റ് ഈസ് 6 അവകാശങ്ങളാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉറപ്പ് നൽകുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ശരി, അങ്ങനെ എങ്കിൽ അടുത്ത ചോദ്യം, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇസ് എ ഡാഷ് statutory body, constitutional body, neither a constitutional body nor a statutory body or it's a extra constitutional body എന്നൊക്കെ പറയുന്നു. സോ ഇതില് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? നമ്മൾക്കറിയാം, ഒരു നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാണ് പറയുന്നത്. 1993 എന്താണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കോടതികളും ഒക്കെ രൂപീകരിക്കുന്നതിനായിട്ട് ഈ ഒരു നിയമം കൊണ്ടുവന്നത്. അതുവഴി സ്ഥാപിച്ചതായതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അഥവാ നിയമപരമായ ബോഡിയാണ്. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ പ്രകാരം രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നു. ഇനി നെയ്തർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി നോർ എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും അല്ല സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും അല്ല. ഓക്കെ, ഇനി അടുത്ത എന്താണ്? എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. എന്താണ് ഈ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്? അതായത് ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ലാത്ത സ്ഥാപനമാണ്, പക്ഷേ ആ സ്ഥാപനം എന്ത് ചെയ്യാം? ഒരു ഗവൺമെന്റ് ഓർഡറിലൂടെയോ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഗവൺമെന്റ്
ഗവൺമെന്റിന്റെ ഉത്തരവിലൂടെയോ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയോ വഴി സ്ഥാപിക്കാൻ കഴിയുന്ന കുറെ റൂൾസ് ഉണ്ട്. സോ അങ്ങനെ സ്ഥാപിക്കുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. അധിക ഭരണഘടനാ ബോഡി എന്നത് ട്രാൻസ്ലേറ്റഡ് ആണ്. എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. അപ്പോ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികളുടെ ഒരു എക്സാമ്പിൾ ആണ് നീതി ആയോഗ്. നിങ്ങൾക്കറിയാം എക്സിക്യൂട്ടീവ് ഓർഡർ വഴിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നീതി ആയോഗ് രൂപീകരിച്ചിട്ടുള്ളത് അല്ലെ. എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്ക് ഉദാഹരണമാണ് നീതി ആയോഗ്. അതുപോലെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഉണ്ട്, NDC ഉണ്ട്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. അതുപോലെ CBI, ഇതൊക്കെ എന്താണ്, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. സോ ഇത് എന്താണ്, നമ്മുടെ ഈ ഒരു എന്താണ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി, നീതി ആയോഗൊക്കെ എക്സിക്യൂട്ടീവ് ഓർഡർ വഴിയാണ് രൂപം കൊണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. സോ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. പക്ഷെ ഇത് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ? അല്ല. അതൊരു നിയമപ്രകാരം രൂപീകരിച്ചത് കൊണ്ട് അതിനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ഹു അഡ്മിനിസ്റ്റേഴ്സ് ദ ഓത്ത് ഓഫ് ഓഫീസ് ടു ദ പ്രസിഡന്റ്? പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാടാ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ, നമ്മൾ മിക്കതിനകത്തും പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നു എന്ന് പഠിക്കാറുണ്ട്. പക്ഷെ പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് പ്രൈം മിനിസ്റ്റർ ആണോ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണോ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണോ, ഗവർണർ ആണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം അത് ആരാണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. അതായത് പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. ഇനി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ആബ്സെൻസിൽ എന്ത് ചെയ്യാം, സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജഡ്ജി ആരാണോ അദ്ദേഹമായിരിക്കണം പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടത്. അപ്പൊ സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജ് എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ അത് തെറ്റാണ്. സീനിയർ മോസ്റ്റ് ജഡ്ജ് എന്നുള്ള രീതിയിൽ പറയണം കേട്ടോ. ആ സുപ്രീം കോടതി ജഡ്ജിമാരിൽ ഇപ്പോൾ ആരാണോ ഏറ്റവും സീനിയർ ആയിട്ടുള്ളത്, പ്രായം വെച്ച് ഏറ്റവും സീനിയർ ആയിട്ടുള്ളത്, അയാളാണ് എന്ത് ചെയ്യേണ്ടത്, സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇനി ഇവയാളെ നീക്കം ചെയ്യുന്ന, അതായത് നമ്മുടെ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയയെ അറിയപ്പെടുന്ന പേര് അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ദ പ്രൊസീജിയർ ഫോർ റിമൂവൽ ഓഫ് പ്രസിഡന്റ് ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ടേം ഇസ് നോൺ ആസ് ഇംപീച്ച്മെന്റ്. അത് ഓർത്ത് വെച്ചിരിക്കുക. ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിനെ പുറത്താക്കുന്ന നടപടിക്രമത്തെ വിളിക്കുന്ന പേരാണ്. ഇനി പ്രസിഡന്റിനെ പുറത്താക്കാനായിട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു വിഷയം എന്ന് പറയുന്നത് എന്താണ്, ഭരണഘടനാ ലംഘനമാണ്. വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ സ്ഥാനത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഭരണഘടനയെ ലംഘിക്കുകയാണെങ്കിൽ, വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ എന്ത് ചെയ്യാം, പുറത്താക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഇംപീച്ച്മെന്റ് മോഷനിൽ ആർക്കൊക്കെ പങ്കെടുക്കാം, പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്ന ആ ഒരു പ്രമേയത്തിൽ ആർക്കൊക്കെ പങ്കെടുക്കാം എന്ന് ചോദിച്ചാൽ all elected and nominated members of Lok Sabha and Rajya Sabha. ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായിട്ടുള്ള അംഗങ്ങൾക്ക് എന്ത് ചെയ്യാം, പങ്കെടുക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്ന സെലക്ഷൻ കമ്മിറ്റി അഥവാ നമ്മുടെ ഇലക്ടറൽ കോളേജിനകത്ത് ഈ പറയുന്ന നോമിനേറ്റഡ് അംഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലോക്സഭയിലെ നോമിനേറ്റഡ് അംഗങ്ങളും ഉണ്ടായിരുന്നില്ല, രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗങ്ങളും ഉണ്ടായിരുന്നില്ല. പകരം നമ്മുടെ നിയമസഭയിലെ ഇലക്ടഡ് മെമ്പേഴ്സ് ഒക്കെ അതിനകത്ത് അംഗങ്ങളായിരുന്നു. പക്ഷെ ഇംപീച്ച്മെന്റിന്റെ കാര്യത്തിൽ ആര് വരത്തില്ല, നിയമസഭയിലുള്ളവർക്ക്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള ആൾക്കാർക്ക് അവിടെ ഒരു റോളും ഇല്ല എന്ന് മനസ്സിലാക്കുക. പ്രസിഡന്റിനെ പുറത്താക്കുന്ന നടപടിക്രമത്തിൽ അല്ലെങ്കിൽ ഇംപീച്ച്മെന്റിനകത്ത് പങ്കെടുക്കാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ, ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ടതും നോമിനേറ്റഡ് ആയിട്ടുള്ള അംഗങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ. സോഫാർ ഇതുവരെ ആരും എന്ത് ചെയ്തിട്ടില്ല, ഇംപീച്ച്മെന്റ് വഴി പുറത്തു പോയിട്ടില്ല എന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, ഹു ഈസ് ദ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് ലോക്പാൽ? ലോക്പാലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് AM ഖൻവിൽക്കർ, ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ്, ജസ്റ്റിസ് സഞ്ജയ് യാദവ്, ജസ്റ്റിസ് സിറിയക് ജോസഫ്. ആരാണ് ലോക്പാലിന്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതൊന്ന് ക്ലിയർ ചെയ്ത് പഠിച്ചിട്ട് പോവുക. ആദ്യത്തെ ചെയർപേഴ്സൺ ചോദിക്കുകയാണെങ്കിൽ അത് പിനാകി ചന്ദ്രഘോഷ് ആണ്. ആരാണ്? പിനാകി ചന്ദ്രഘോഷ് ആണ്.
ഇനി രണ്ടാമത്തെ ചെയർപേഴ്സൺ ചോദിക്കുകയാണെങ്കിൽ അത് അജയ് മാണിക്യറാവു ഖൻവീൽക്കർ ആണ്. ആരാണ്? അജയ് മാണിക്യറാവു ഖൻവീൽക്കർ ആണ്. നിലവിലും ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആര് തന്നെയാണ്? അജയ് മാണിക്യറാവു ഖൻവീൽക്കർ ആണ്. 2024 കയറിയതാണ്, ഇപ്പോഴും ഈ സ്ഥാനത്ത് തുടരുന്നുണ്ട്. ഓക്കെ, ഇനി ലോക്പാലിൽ അംഗമായ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് KT തോമസ് ആണ് കേട്ടോ. അപ്പൊ ആ വ്യക്തികളുടെ പേര് ലോക്പാലുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കണേ. ഇതുവരെ 2 ചെയർപേഴ്സൺമാര് മാത്രമേ ലോക്പാലിൽ വന്നിട്ടുള്ളൂ. ആദ്യത്തത് പിനാക്കി ചന്ദ്രഘോഷും രണ്ടാമത്തത് അജയ് മാണിക്യറാവു ഖൻവീൽക്കറും ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ ആണോ? ലോക്പാലിൽ അംഗമായ മലയാളി ആരാണ്? ജസ്റ്റിസ് KT തോമസ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നോക്കിയേ. In which year the Right to Information Act was passed in India? ഇന്ത്യയിലെ വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. 2004, 2011, 2005, 2006. ഓക്കെ, കൺഫ്യൂഷൻ അടിക്കരുത്. 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ആ സിവിക്സിൽ പഠിക്കാൻ, ഞാൻ പഠിപ്പിച്ച പോർഷൻസിൽ നമുക്ക് പഠിക്കാനുള്ള നിയമങ്ങൾ ഏതൊക്കെയായിരുന്നു? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉണ്ടായിരുന്നു, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടായിരുന്നു, ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ഉണ്ടായിരുന്നു, ലോക്പാൽ ആൻഡ് ലോക ആക്ട് നിയമം ഉണ്ടായിരുന്നു. അതിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ വർഷം 2005, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അഥവാ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ വർഷം 2019, ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിന്റെ വർഷം, ഓക്കെ, മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന്റെ വർഷം 1993. ദെൻ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ടിന്റെ വർഷം എന്ന് പറയുന്നത് 2013. മനസ്സിലായോ? അപ്പൊ ഏത് വർഷമാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ 2005 പറയാ, ഉപഭോക്തൃ സംരക്ഷണ നിയമം ചോദിച്ചാൽ 2019 പറയുക, മനുഷ്യാവകാശ നിയമം ചോദിച്ചാൽ 1993 പറയുക, ലോക്പാൽ ആൻഡ് ലോകായുക്ത നിയമം ചോദിച്ചാൽ 2013 പറയുക. മനസ്സിലായോടാ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ശ്രദ്ധിച്ച് വായിക്കാം. The power of the Supreme Court of India to decide disputes between the union and the state falls under which jurisdiction limit? നമ്മുടെ സുപ്രീം കോടതിയുടെ അധികാരപരിധിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങള്, അതിനകത്തുള്ള അധികാരപരിധി ഏത് തരത്തിലുള്ളതിനകത്ത് ഉൾപ്പെടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ, അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ, ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ജുറിസ്ഡിക്ഷൻ. ഇതിനകത്ത് ഏതിനകത്താണ് ഉൾപ്പെട്ട് വരുന്നത്? ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? സുപ്രീം കോടതിയുടെ ഏത് അധികാരത്തിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിൽ, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ അടിയുണ്ടായാൽ ഇടപെടാൻ സാധിക്കുന്നത്? ഏതാണ് അത്? ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ആണ്. പോയി അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ എന്ന് നിങ്ങൾ മിക്കവാറും ആൻസർ പറയും, പക്ഷെ അല്ല, അത് തനതധികാരം എന്നുള്ള പരിധിയിലാണ് വരുന്നത്. ഒറിജിനൽ ജുറിസ്ഡിക്ഷനകത്താണ് വരുന്നത്. അപ്പൊ നമ്മള് സുപ്രീം കോടതിയുടെ ആ ഒരു അധികാരങ്ങള് പെട്ടെന്ന് നമുക്ക് ഒന്ന് ഓട്ടിച്ചു നോക്കാം. സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ. അതിന് നമ്മൾ തനത് അധികാരം എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ PSC ഇപ്പം നേരെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലോട്ട് ഗൂഗിൾ ട്രാൻസ്ലേഷൻ വരെ ചെയ്യുമ്പോഴത്തേക്ക് ഒറിജിനലിനകത്ത് ഒറിജിൻ ഒക്കെ വെച്ചുകൊണ്ട് ഉത്ഭവാധികാരം എന്നുള്ള വാക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ചില വാക്കുകൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഓടിപ്പോയി ഇപ്പുറത്തെ സൈഡിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി വായിച്ചു നോക്കണം. എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് അത് കാണുമ്പോൾ ചിലപ്പോൾ കത്തിക്കോളും കേട്ടോ. ഓക്കെ, ചിലർ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിയിട്ട് പോകും. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും അപ്പുറത്തോട്ട് നോക്കാനുള്ള ക്ഷമ നമുക്ക് കാണത്തില്ല. അതുകൊണ്ട് അത് പിന്നീട് നമുക്ക് തെറ്റുകൾ സംഭവിച്ചെന്ന് വരാം. അതുകൊണ്ട് ഏതെങ്കിലും മലയാളം ടേംസിൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഇംഗ്ലീഷ് ടേം കൂടി നോക്കി വെരിഫൈ ചെയ്തിട്ട് ആൻസറിലേക്ക് പോകാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ ഏതൊക്കെയാണ്? ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്ന വാക്കാണ് അധികാരം, റിട്ട് jurisdiction, appellate jurisdiction, advisory jurisdiction, court of record, judicial review, constitutional interpretation, മറ്റ് അധികാരങ്ങൾ. ഓക്കെ, അതില് ഒറിജിനൽ ജുറിസ്ഡിക്ഷന്റെ ഒരു കണ്ടീഷൻ ആണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ബാക്കി ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്താലോ? റിട്ട് ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കും. ആ ഉത്തരവുകളെയാണ് റിട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ അത്തരത്തിലുള്ള അധികാരത്തെ നമ്മൾ റിട്ട് അധികാരം എന്ന് പറയുന്നു, അല്ലെ? ഇനി അപ്പീൽ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഹൈക്കോടതിയിൽ വരുന്ന കേസുകളൊക്കെ നേരെ എന്ത് ചെയ്യും? അപ്പീലായിട്ടാണ് നമ്മളെ സുപ്രീം കോടതി കൺസിഡർ ചെയ്യുന്നത്. നമുക്കൊരു കേസും കൊണ്ട് നേരിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകാൻ സാധിക്കത്തില്ല. പോകാൻ പറ്റുന്ന കണ്ടീഷൻസ് ഉണ്ട്. അതിപ്പോ നമ്മൾ മൗലികാവകാശ ലംഘനം ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒറിജിനൽ ജുറിസ്ഡിക്ഷനകത്ത് വരുന്ന എന്തെങ്കിലും സംഭവങ്ങളാണെങ്കിലോ ഒക്കെ മാത്രമേ നമുക്ക് നേരിട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങനെ മാത്രമേ, നമ്മുടെ മൗലികാവകാശ ലംഘനമാണെങ്കിൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പീലിനല്ല, അല്ലാതെ പോകാനായിട്ട് സാധിക്കും. പക്ഷെ ബാക്കി എല്ലാ കേസുകളും, ഇപ്പൊ സിവിൽ കേസുകളായിക്കോട്ടെ, ക്രിമിനൽ കേസുകളായിക്കോട്ടെ, എന്ത് കേസുകളായാലും ഓരോ കോടതികൾ വഴി അപ്പീലായിട്ട് മാത്രമേ മുകളിലേക്ക് വരത്തുള്ളൂ.
ആ ഒരു പ്രൊസീജിയർ മാത്രമേ സുപ്രീം കോടതിക്ക് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളൂ അല്ലെ. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുള്ള അപ്പീൽ ആയിട്ടാണ് മിക്കവരും എന്ത് ചെയ്യുന്നത്, സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സോ ആ ഒരു കാര്യത്തില് തീരുമാനം എടുക്കാനുള്ള അധികാരത്തിനെയാണ് നമ്മൾ അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ അഥവാ അപ്പീൽ അധികാരം എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്, അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ, ഉപദേശ അധികാരമാണ്. സുപ്രീം കോടതി ആർക്കാണ് ഉപദേശം കൊടുക്കുന്നത്, ജനങ്ങൾക്കാണോ? അല്ല. അവിടെ രാഷ്ട്രപതി എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് അവിടെ നിയമപരമായിട്ടുള്ള ഉപദേശം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം, സുപ്രീം കോടതിയോട് ആവശ്യപ്പെടാം, ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾ ഇതിനെ പറ്റിയിട്ടുള്ള നിയമസാധ്യതകൾ പറഞ്ഞു തരാമോ എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ സുപ്രീം കോടതിക്ക് പ്രസിഡന്റിനെ ഉപദേശിക്കാനുള്ള അധികാരമുണ്ട്. സോ അതിനെയാണ് നമ്മൾ അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ അഥവാ ഉപദേശാധികാരം എന്ന് പറയുന്നത്. ഇനി ഇതൊരു കോർട്ട് ഓഫ് റെക്കോർഡാണ്, രേഖകളുടെ കോടതി എന്ന് നമ്മൾ ഇതിനെ വിളിക്കാനുള്ള കാരണം ഈ സുപ്രീം കോടതിയിൽ നടക്കുന്ന എല്ലാ പ്രൊസീജിയേഴ്സും, ഈ സുപ്രീം കോടതിയിലെ ജഡ്ജിമാര് പറയുന്ന ഓരോ തീരുമാനങ്ങളും, ഓരോ ആ ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇപ്പൊ ഒരു ബെഞ്ച് ഓരോ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവിടെ താഴെ ഇരുന്ന് ഒരാൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാകും. കാരണം അവിടെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കേസുകളൊക്കെ മറ്റു കോടതികൾ വരുമ്പോഴത്തേക്കും സുപ്രീം കോടതി പറഞ്ഞ ഈ ഒരു വിലയിരുത്തല് അതിന്റെ ഒരു നിയമമായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, പല കോടതികളും പല വിധികളും പല കീഴ്ക്കോടതികളും പറയാറുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ കോർട്ട് ഓഫ് റെക്കോർഡ്. അവിടെയുള്ള നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്, അവിടെ റെക്കോർഡ് ചെയ്യാറുണ്ട്. ആ റെക്കോർഡുകൾ, അതായത് വിധി ന്യായങ്ങളും വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും എല്ലാം പിന്നീട് മറ്റുള്ള കോടതികൾ അവരുടെ കേസുകളുമായി ബന്ധപ്പെട്ട് അത് ഉപയോഗിക്കാറുമുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് രേഖകളുടെ കോടതി അഥവാ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്, ജുഡീഷ്യൽ റിവ്യൂ ആണ്, അതായത് ജുഡീഷ്യൽ പുനരവലോകനമാണ്. അതായത് മൗലികാവകാശത്തെ ലംഘിക്കുന്ന ആർട്ടിക്കിൾ 13 ഓർമ്മയില്ലേ, മൗലികാവകാശത്തെ ലംഘിക്കുന്ന തരത്തിൽ എന്തെങ്കിലും നിയമങ്ങൾ നമ്മുടെ കോടതി മീൻസ് പാർലമെന്റ് പാസ്സാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വിധികള് നമ്മുടെ കോടതി തന്നെ പറയുകയാണെങ്കിൽ അത് വീണ്ടും പുനഃപരിശോധിക്കാനുള്ള അധികാരമുണ്ട് നമ്മുടെ സുപ്രീം കോടതിക്ക്. അങ്ങനെ പുനഃപരിശോധിച്ചിട്ട് ആ വിധികൾ ഒന്നെങ്കിൽ തെറ്റാണെന്ന് പിന്നീട് പറയാനും അല്ലെങ്കിൽ ആ കൊണ്ടുവന്ന നിയമം റദ്ദാക്കാനും ഒക്കെ ഉള്ള അധികാരം നമ്മുടെ സുപ്രീം കോടതിക്കുണ്ട്. സോ അതിനെയാണ് നമ്മൾ ജുഡീഷ്യൽ പുനരവലോകനം അഥവാ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇന്റർപ്രിട്ടേഷൻ, ഭരണഘടനാ വ്യാഖ്യാനം. ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ വായിച്ചിട്ട് മനസ്സിലാകണമെന്നില്ല. അതിനെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം ആർക്ക് കൊടുത്തിട്ടുണ്ട്, സുപ്രീം കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സുപ്രീം കോടതി ഒരു ഇങ്ങനെ ഒരു സെന്റൻസ് വായിച്ചിട്ട് ഇതിനെക്കൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്നതാണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റൈറ്റ്, അതായത് സുപ്രീം കോടതിക്ക് അങ്ങനെ പറയാനുള്ള റൈറ്റ് ഉണ്ട്. സോ സുപ്രീം കോടതി പറഞ്ഞതാണ് ശരിയെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. സോ അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള അധികാരങ്ങളാണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ചോദ്യത്തിൽ വന്നത് എന്തായിരുന്നു, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് അഥവാ പ്രശ്നങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഇടപെടാനുള്ള അധികാരം ഏത് അധികാരത്തിന്റെ അണ്ടറിൽ വരുമെന്നാണ് നമ്മൾ പഠിച്ചത്, ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ അഥവാ തനതധികാരത്തിലാണ് വരുന്നത്. അപ്പൊ കൃത്യമായിട്ട് ആ തനതധികാരത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇപ്പൊ കേന്ദ്രവും ചില സംസ്ഥാനങ്ങളും തമ്മിൽ, ചിലപ്പോൾ ഒരു സംസ്ഥാനമാകാം ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങളാകാം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ തമ്മിൽ തർക്കം ഉണ്ടാകാറുണ്ട്. ഇപ്പൊ കേരളവും കേന്ദ്രവും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്, തമിഴ്നാടും കേന്ദ്രവും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കേന്ദ്രത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ട് തർക്കങ്ങൾ, ഒരു സംസ്ഥാനമോ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ട് തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഇടപെടാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം ഏത് അധികാരത്തിൽ വരും, അത് തനതധികാരത്തിനകത്ത് വരുന്നതാണ്, ഒറിജിനൽ ജുറിസ്ഡിക്ഷനിൽ വരുന്നതാണ്. ഇനി രണ്ടാമത്തത് എന്താണ്, ഇപ്പൊ കേന്ദ്രവും ചില സംസ്ഥാനങ്ങൾ ഒരു സൈഡിൽ, ഇപ്പം കേന്ദ്രത്തിനോടൊപ്പം കേന്ദ്രം പറയുന്ന കാര്യം സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താണ് കർണാടകയും മഹാരാഷ്ട്രയും ഒരു സൈഡില്. ഓക്കെ, ഇനി അതിന് ഓപ്പോസിറ്റ് നമ്മൾ അത് അംഗീകരിക്കത്തില്ല എന്ന് പറയുന്നതുകൊണ്ട് കേരളവും തമിഴ്നാടും ആന്ധ്രാപ്രദേശും മറ്റൊരു സൈഡില്. ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് കേന്ദ്രത്തിന്റെ കൂടെ കുറച്ച് സംസ്ഥാനങ്ങളുണ്ട്, വേറെ കുറച്ച് സംസ്ഥാനങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു ടീം വൈസ് ആയിട്ട് ഒരു തർക്കം ഉണ്ടാവുകയാണെങ്കിൽ അവിടെയും സുപ്രീം കോടതിക്ക് ഇടപെട്ട് തീരുമാനങ്ങള് അല്ലെങ്കിൽ ഓരോ പറയാനുള്ള അധികാരം, അതായത് ഇടപെടാനും തർക്കം പരിഹരിക്കാനുള്ള അധികാരമുണ്ട്. സോ അതും ഒറിജിനൽ ജുറിസ്ഡിക്ഷനകത്ത് വരുന്നതാണ്. ഇനി എന്തുണ്ട്, മൂന്നാമതൊരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ പരസ്പരം തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെയും ഇടപെടാനുള്ള അധികാരം ആർക്കാണുള്ളത്, അതും നമ്മുടെ സുപ്രീം കോടതിക്കാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. മനസ്സിലായോ? അപ്പൊ ഇതാണ്
തനതധികാരം അഥവാ ഒറിജിനൽ ജുറിസ്ഡിക്ഷനകത്ത് വരുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതായത് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടാവുകയാണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ ഈ തരത്തിലുള്ള തർക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് കേസുകൾ വരുന്നതെങ്കിൽ അത് സുപ്രീം കോടതി നേരിട്ട് പരിഗണിക്കും. അങ്ങനെ അപ്പീൽ വഴി വരണമെന്നൊന്നുമില്ല. ഇത് സുപ്രീം കോടതി നേരിട്ട് പരിഗണിക്കും, നേരിട്ട് ഇടപെടും, നേരിട്ട് തർക്കങ്ങൾ തീരുമാനിക്കും, പരിഹരിക്കാനായിട്ട് ശ്രമിക്കും. ഇതാണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ആർട്ടിക്കിൾ 131 എന്തിനെ പറ്റി പ്രതിപാദിക്കുന്നത്? ഒറിജിനൽ ജുറിസ്ഡിക്ഷനെ പറ്റി പ്രതിപാദിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പറ്റുമെന്ന് പറഞ്ഞു. അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ ഇടപെടാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും തർക്കങ്ങളിൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ പറ്റുമെങ്കിലും ചില വിഷയങ്ങളിൽ ആർക്ക് ഇടപെടാൻ പറ്റത്തില്ല. ഇവർ തമ്മിലുള്ള തർക്കത്തിലെ വിഷയങ്ങളെ ബേസ് ചെയ്ത് ചിലപ്പം സുപ്രീം കോടതിക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റിയെന്ന് വരത്തില്ല. സോ ആ വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. അതിൽ നിന്നും PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കാം ഏതൊക്കെ വിഷയങ്ങളിലാണ്. ഭരണഘടനയുടെ സ്ഥാപനത്തിന് മുമ്പ് നിലവിൽ വന്ന കരാറുകൾ, അതായത് ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് നിലവിൽ വന്ന എന്തെങ്കിലും കരാറുകൾ ഉണ്ടല്ലോ, ആ കരാറുമായി ബന്ധപ്പെട്ടാണ് ഇവർ തമ്മിൽ ഇങ്ങനെ അടി നടക്കുന്നതെങ്കിൽ അതിനകത്ത് സുപ്രീം കോടതിക്ക് വലിയ റോളില്ല. ഭരണഘടനയുടെ സ്ഥാപനത്തിന് മുമ്പ് നിലവിൽ വന്ന കരാറുകളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെ സുപ്രീം കോടതിക്ക് ഇടപെടാൻ സാധിക്കില്ല. അതേപോലെ തന്നെയാണ് അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങൾ. അവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇത്തരത്തിലുള്ള കേസുകളിൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ ആരാണ് ഇടപെടുന്നത് എന്നുള്ളൊരു ഡൗട്ട് വരും. അതായത് ഇപ്പം ഈ അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങൾ പോലുള്ള വിഷയങ്ങളാണെങ്കിൽ, അതായത് ഇന്റർ സ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് എന്നാണ് പറയുന്നത്. ഇവിടെ സുപ്രീം കോടതിക്ക് നേരിട്ട് ഇടപെടാൻ സാധിക്കത്തില്ല. കാരണം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 262 പ്രകാരം ഈ വിഷയത്തില് കോടതിയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ ആർക്ക് അധികാരമുണ്ട്? പാർലമെന്റിന്. ഈ പറയുന്ന നമ്മൾ ഇപ്പൊ പറയുന്ന വിഷയങ്ങളല്ലേ, അതിനെ ഒഴിവാക്കാനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, സുപ്രീം കോടതിക്ക് ഇടപെടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആരാണ് ഇതിനകത്ത് ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെ അത്തരം തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാം? ട്രിബ്യൂണലുകൾ രൂപീകരിക്കാൻ സാധിക്കും. ഇന്റർ സ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് ആക്ട് 1956 പ്രകാരം കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാം? ട്രിബ്യൂണൽ രൂപീകരിക്കാൻ സാധിക്കും. ഇത് അതിനൊരു എക്സാമ്പിൾ ആണ് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, കർണാടക, തമിഴ്നാട്, കേരളം, പുതുച്ചേരി സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കാവേരി നദീജല തർക്കമുണ്ട് അല്ലെ. അപ്പൊ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു ട്രിബ്യൂണലാണ് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ട്രിബ്യൂണലുകളൊക്കെ രൂപീകരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സുപ്രീം കോടതിക്ക് ഇടപെടാൻ സാധിക്കില്ല, നേരിട്ട് ഇടപെടാൻ സാധിക്കില്ല. അതേപോലെ ധനകാര്യ കമ്മീഷൻ റെഫർ ചെയ്ത ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളാണെങ്കിൽ അതിലും എന്ത് ചെയ്യത്തില്ല? കമ്മീഷൻ ഇടപെടാൻ സാധിക്കത്തില്ല. പിന്നെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ചില ചെലവുകള്, പെൻഷനുകള്, അതിന്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും സുപ്രീം കോടതിക്ക് ഇടപെടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലിയർ ആണോ? അപ്പൊ സുപ്രീം കോടതിക്ക് ഇടപെടാൻ സാധിക്കാത്ത വിഷയങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് നമ്മൾ പറയേണ്ടത്? ഭരണഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒക്കെ കരാറുകളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അതിൽ ഇടപെടാൻ പറ്റത്തില്ല. ഇനി സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ഏതെങ്കിലും നദിയിലെ ജലം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണെങ്കിൽ, കാവേരി ഡിസ്പ്യൂട്ട് പോലുള്ള അത്തരത്തിലുള്ള വിഷയങ്ങളാണെങ്കിൽ അവിടെയും സുപ്രീം കോടതിക്ക് ഇടപെടാൻ പറ്റത്തില്ല. അതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ട്രിബ്യൂണലുകൾ രൂപീകരിക്കാൻ ആർക്ക് അധികാരമുണ്ട്? കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. കേന്ദ്ര സർക്കാർ രൂപീകരിച്ച് അത് ട്രിബ്യൂണല് പരിഹാരം ഉണ്ടാക്കാൻ നോക്കും. ഇനി ധനകാര്യ കമ്മീഷൻ റെഫർ ചെയ്ത വിഷയങ്ങളിലും അവർക്ക് ഇടപെടാൻ സാധിക്കില്ല. പിന്നെ ചില ചെലവുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഇടപെടാൻ സാധിക്കത്തില്ല. സോ ഇതാണ് നമ്മൾ സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ പഠിക്കുമ്പോൾ ഉണ്ടായ എക്സെപ്ഷണൽ കേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അടിയിലും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അടിയിലും കേന്ദ്രത്തിന്റെ കൂടെ കുറച്ച് സംസ്ഥാനങ്ങൾ ഓപ്പോസിറ്റ് കുറച്ച് സംസ്ഥാനങ്ങൾ തമ്മിൽ അടിയിലൊക്കെ സുപ്രീം കോടതിക്ക് ഇടപെടാൻ പറ്റുമെങ്കിലും ഈ പറഞ്ഞ 4 വിഷയങ്ങളുടെ കാര്യത്തിൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ ആണോ?
ക്ലിയർ ആണോ? അപ്പോ ഇന്ന് നമ്മൾ സിവിക്സുമായി ബന്ധപ്പെട്ട് പഠിച്ച ഏരിയാസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആ ഏരിയാസ് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഏരിയ ആണെങ്കിൽ അതൊന്നുകൂടി ഒന്ന് റിവിഷൻ ചെയ്യാനോ ഒന്നുകൂടി ഒന്ന് പഠിക്കാനോ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റിവിഷൻ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. കമന്റ്സ് ഒക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് താല്പര്യമില്ല, നിങ്ങൾക്ക് ക്ലാസ് മോശമാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫാക്കൽറ്റീസിനെ വെച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ എന്തൊക്കെ തന്നെ ആയാലും തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് നല്ല പോലെ പോയി എക്സാം എഴുതുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഒക്കെ നമുക്ക് സിവിക്സുമായി ബന്ധപ്പെട്ട നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പായിട്ട് ഈ 2 ക്ലാസ്സിൽ പഠിച്ച ഈ 2 ക്ലാസ്സിലായിട്ട് റിവിഷൻ ചെയ്ത കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിച്ച് സെറ്റ് ആക്കിയിട്ട് വരാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ താങ്ക് യു.